ഹായ് TM ഫാമിലി. ഈ അടുത്തൊന്നും ഇത്രക്ക് സാറ്റിസ്ഫൈ ചെയ്ത ഒരു കഥ ഞാൻ കണ്ടിട്ടില്ല. മകളെ തന്റെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന, ഒരു നിമിഷം പോലും പിരിയാത്ത ഒരച്ഛൻ അവളുടെ ആഗ്രഹത്തിനും അതുപോലെ പലരുടെയും സമ്മർദ്ദത്തിനും വഴങ്ങിയിട്ട് ഒരു തീരുമാനം എടുക്കുകയാണ്. എന്നാല് പിന്നീടാണ് മനസ്സിലാവുന്നത് അത് താൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നുവെന്ന്. പിന്നീട് നമ്മളൊന്നും സ്വപ്നത്തിൽ പ്രതീക്ഷിക്കാത്ത പല ത്രില്ലിംഗ് മിസ്റ്ററീസുമാണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഓരോരോ ട്വിസ്റ്റുകൾ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പറയും, ഇതുപോലൊരു കഥ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലെന്ന്. ഞാൻ ബെറ്റ് വെക്കുകയാണ്, എല്ലാ ആളുകളും തീർച്ചയായിട്ടും ഈ കഥ കാണണം. അച്ഛനും അമ്മയ്ക്കും ഫാമിലിക്കും ഒക്കെ ഈ കഥ കാണിച്ചു കൊടുക്കുകയും വേണം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തെലുങ്കില് ഈ അടുത്ത് റിലീസായിട്ടുള്ള ഡോക്ടർ ഓഫ് പ്രസാദ് റാവു കനപ്പടലേതു എന്ന ഒരു കിടിലൻ മിസ്റ്ററി ത്രില്ലർ സീരീസിനെ കുറിച്ചാണ്. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതിലും അടിപൊളി കഥകൾ നിങ്ങളിലേക്ക് വേഗത്തിൽ തേടി എത്തിക്കാന് എല്ലാ കൂട്ടുകാരും എനിക്ക് ആകെ ചെയ്തു തരേണ്ടത് ഇപ്പൊ തന്നെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇതുപോലുള്ള കഥകൾ കാണാൻ തോന്നുകയാണെങ്കിൽ ട്വിസ്റ്റ് മലയാളി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ തുടങ്ങിയാലോ? ഈ കഥയുടെ ആരംഭത്തില് ഒരു 4 പെൺകുട്ടികൾ ചേർന്നിട്ട് കളം വരച്ച് കല്ലുകൊണ്ട് ഈ അക്കുകളി എന്നൊക്കെ പറയാൻ തോന്നുന്നുണ്ട്. ആ ഒരു ഗെയിം കളിച്ചോണ്ടിരിക്കുമ്പോ ഒരു പെൺകുട്ടി ഓടി വന്നിട്ട്, ബുജി ഞാൻ വീട്ടിൽ നിന്ന് കിതച്ച് ഓടി വരിക, എന്നെയും കളിക്കാൻ കൂട്ടുവോ? ഇല്ല മോളെ, നീ എപ്പോ വന്നാലും ഓരോ പ്രശ്നം ഉണ്ടാക്കും, അതുമല്ല കളി പകുതി ആവും ചെയ്തു, നീ പോയിക്കോ. അത് കേട്ടപ്പോ സങ്കടം വന്നിട്ട് ആ ഒരു കുട്ടിയിലെ അവിടെ കുറച്ചപ്പുറത്തുള്ള ഒരു കുളത്തിന്റെ അരികിലേക്ക് ഓടി പോകുമ്പോ ബുജി എന്ന കുട്ടി ചോദിക്കുന്നുണ്ട്, അല്ല നിന്നെ കളിക്ക് കൂട്ടാത്തോണ്ട് നീ കിണറ്റിൽ ചാടാൻ പോവാ? അപ്പൊ അവള്, അയ്യേ ഞാൻ ഈ കിണറ്റില് കുറച്ച് നല്ല മീനുകളുണ്ട്, അതിനെ കാണാൻ വന്നതാ. അത് കേട്ടപ്പോ ആ ഒരു കുട്ടികളും, അതെയോ എവിടെയെന്ന് ചോദിച്ചിട്ട് കൗതുകത്തില് ആ ഒരു മീനിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ കുറച്ചു നേരത്തെ അവളെ ആ ഒരു ഗെയിമിൽ കൂട്ടില്ലെന്ന് പറഞ്ഞ ബുജി എന്ന പെൺകുട്ടിയില്ലേ, ആ ഒരു പെൺകുട്ടിയെ പിന്നിൽ നിന്ന് മറ്റ് പെൺകുട്ടികളെ കാണാതെ തള്ളിവിടുകയാണ്. അപ്പൊ കൂടെയുള്ള എല്ലാ പെൺകുട്ടികളും പേടിച്ച് നിൽക്കുമ്പോ അവള് നൈസായിട്ട് മെല്ലെ തിരിയുമ്പോഴാണ് അവള് ചെയ്ത ആ ഒരു കാഴ്ച ഒരു പയ്യൻ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവിടെ എന്താ സംഭവിച്ചെന്ന് കാണിക്കുന്നില്ല. അങ്ങനെ അടുത്ത സീനില് പ്രസന്റില് നമ്മുടെ ഈ കഥയിലെ നായകനായ പ്രസാദ് റാവുനാണ് കാണിക്കുന്നത്. അർദ്ധരാത്രി നല്ല മഴയുള്ള സമയത്ത് ഒരു കൊടയും പിടിച്ച് ഫോണിലെ ആരെയോ നിർത്താതെ വിളിച്ചു നോക്കുന്നുണ്ട്. എന്നാല് ഓപ്പോസിറ്റ് ആള് ഫോൺ എടുക്കുന്നില്ല. അപ്പോ മഴയത്ത് ടാക്സി ഏരിയയിൽ വന്നിട്ട് പരിചയമുള്ളൊരു ഡ്രൈവറെ വിളിച്ചിട്ട്, എടാ നമുക്ക് ഇപ്പൊ തന്നെ പോണം, അർജന്റാ, ഇപ്പൊ പോണെന്നുണ്ടോ? നമ്മൾ തിരുമല വരെ പോയിട്ട് വന്നിട്ട് കുറച്ച് നേരമായിട്ടുള്ളൂ. അപ്പോ എങ്ങോട്ടാ? നെല്ലൂരിലേക്ക് പോണ്ടേ? അല്ലടാ ഹൈദരാബാദ് വരെ പോണം. അല്ലേട്ടാ എന്തിനാ അത്രക്ക് ദൂരെ പോന്നേ? അതൊക്കെ ഉണ്ട്, നീ വണ്ടി എടുക്ക. അങ്ങനെ കാറിൽ പോകുമ്പോഴാണ് താൻ ആശിച്ച് മോഹിച്ചിരുന്ന തന്റെ മകളെ ആദ്യമായിട്ട് ഡോക്ടർ കയ്യിൽ കൊടുത്ത ആ ഒരു നിമിഷം ഓർക്കുന്നത്. കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോ തന്റെ അമ്മ തന്നെ തിരിച്ച് തന്റെ ജീവിതത്തിലേക്ക് വന്ന പോലെ അത്രത്തോളം സ്നേഹത്തോടെയാണ് അവളെ വളർത്തിയത്. അതുപോലെ ആ ഒരു പെൺകുട്ടിക്കും അച്ഛൻ എന്നാല് ജീവനായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അച്ഛന് വരെ അവള് വാരി കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്തിരിക്കുമ്പോ അമ്മയെ ഒന്ന് പച്ചക്കറി കരിഞ്ഞ് ഹെൽപ്പ് ചെയ്യുമ്പോ അമ്മയാണെങ്കിലേ, മോളെ കുറച്ച് തക്കാളി വാങ്ങിട്ട് വാ. എനിക്കൊന്നുമില്ല, അമ്മ പോയിട്ട് വാ. അപ്പൊ ജോലിക്കാരനോട് അച്ഛന്റെ കടയിൽ നിന്ന് കുറച്ച് തക്കാളി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരു നോട്ടിഫിക്കേഷൻ ലാപ്പിൽ വരുന്നുണ്ട്. നോക്കുമ്പോ അവൾ അപ്ലൈ ചെയ്ത ജോലിക്ക് അവള് സെലക്ട് ആയിട്ടുണ്ട്. അവ സ്നേഹത്തില് അമ്മയെ വിളിച്ചിട്ട്, തുള്ളി ചാടുമ്പോ ചാട്ടം നിർത്തോ, നിന്റെ അച്ഛൻ കണ്ടാല് മോളെ വേദനിപ്പിച്ചെന്ന് പറഞ്ഞ് അതിന് ഞാൻ ചീത്തേക്കേണ്ടി വരും. കാര്യം പറ, അമ്മ എനിക്ക് ജോലി കിട്ടി, ഹൈദരാബാദിലാ. ആ അടിപൊളി, ഇവിടെ അടുത്ത് തന്നെ ജോലിക്ക് അച്ഛൻ തന്നെ വിടില്ല, അപ്പോഴാ ഹൈദരാബാദില്. അതോടെ വെച്ചിട്ട് മോള് സാമ്പാറിനരി. അപ്പൊ അവൾ അമ്മയുടെ പിന്നാലെ പോയിട്ട്, അമ്മേ ഒന്ന് പറ അച്ഛനോട്, എനിക്കിവിടെ കുറെ പണിയുണ്ട്, എന്നാ ഞാൻ പോയി ചോദിക്കട്ടെ? ആ പോയി ചോദിച്ചോ, ഞാൻ ചോദിക്കുവേ, കാണിച്ചു തരാം. അതും പറഞ്ഞിട്ട് നേരെ അച്ഛനോട് ചോദിക്കാന് വീടിന്റെ മുമ്പില് അച്ഛനൊരു ചെറിയ പലചരക്ക് കട വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകുമ്പോ ഓൾറെഡി നല്ല തിരക്കില് കസ്റ്റമേഴ്സിനോട് റഷായി നിൽക്കുമ്പോ മകളോട്, നിനക്കെന്താ വേണ്ടേ? അതാ അമ്മ പുളി വാങ്ങാൻ പറഞ്ഞിട്ടതാ. അപ്പൊ അച്ഛൻ ദേഷ്യത്തില്, അമ്മ വീട്ടിലേക്ക് തന്നെയല്ലേ ഫുഡ് ഉണ്ടാക്കുന്നേ, നാട്ടിൽ മുഴുവൻ ഉണ്ടാക്കി കൊടുക്കുന്നില്ലല്ലോ. കുറച്ചു നേരത്തെ തക്കാളി, ഇപ്പൊ പുളി, ഉള്ളി, അങ്ങനെ അത് കൊടുത്തുവിടുമ്പോ അമ്മയ്ക്ക് ആ പുളി കൊടുക്കാണ്. അമ്മ അച്ഛന്റെ അടുത്ത് നീ പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു, വേണമെങ്കിലേ അച്ഛന്റെ കുടുംബക്കാരില്ലേ അവരെ വീട്ടിലൊന്ന് പോയിട്ട് സംസാരിച്ചു നോക്ക്. അപ്പൊ അവളാണെങ്കിൽ, എന്തിനാ വീട്ടിൽ പോന്നെ, അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താലോ. അങ്ങനെ ചെറിയച്ഛന്മാരോട് അവൾക്ക് ജോലി കിട്ടിയ കാര്യം പറയാണ്. എന്നാല് അച്ഛൻ സമ്മതിക്കുന്നു തോന്നില്ല, നിങ്ങൾ വന്നിട്ട് ഒന്ന് സംസാരിച്ച് ഹെൽപ്പ് ചെയ്യണം. അപ്പൊ അവരാണെങ്കിൽ, ഞങ്ങൾ പറഞ്ഞാല് നിന്റെ അച്ഛൻ കേൾക്കൂല മോളെ, ഒരു വഴിയില്ലാട്ടാ. അപ്പോ നിങ്ങൾ എന്നോട് പറയാറില്ലേ ഞാൻ നിങ്ങളുടെ സ്വന്തം മോളെ പോലെയാന്ന്, അതൊക്കെ നുണയായിരുന്നല്ലേ? ശരി എന്നാലെന്ന് പറഞ്ഞ് അവള് ഫോൺ കട്ടിയുമ്പോ, മോളെ സ്വാതി ദേഷ്യപ്പെടല്ലേ. അങ്ങനെ അവരോരോരുത്തരും കുടുംബത്തോടെ വീട്ടിലേക്ക് വന്നിട്ട് അവരുടെ ഏട്ടനായ നമ്മുടെ ഹീറോയോട് ഒന്നും സംസാരിക്കുക പോലും ചെയ്യാതെ നേരെ വീട്ടിലേക്ക് കയറാണ്. അത് കണ്ടപ്പോ ഹീറോ അല്ലേ തന്റെ ഭാര്യക്ക് ഫോൺ ചെയ്തിട്ട്, എന്താ കുടുംബക്കാരുടെ വീട്ടില് എന്തെങ്കിലും പ്രശ്നം ഇട്ടാ? അതെന്താന്നാണെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരെ, എന്നിട്ട് ചോദിച്ചോ. അപ്പൊ അറിയാല. അതും പറഞ്ഞിട്ട് ഭാര്യ ഫോൺ കട്ടിയാണ്. ഇവളാണെങ്കിൽ അപ്പൊ ജോലിക്കാരനോട്, നീ കട നോക്കുമെന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പോയിട്ട്, എന്താ എല്ലാരും പ്രധാനപ്പെട്ട വല്ല കാര്യമുണ്ടോ? അപ്പൊ ഇളയച്ചനാണെങ്കിൽ
പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ മോള് സ്വാതിക്ക് ഹൈദരാബാദില് ജോലി കിട്ടിയിട്ടുണ്ട്. അതും നല്ല സോഫ്റ്റ്വെയർ ജോലിയാ. അപ്പോ അങ്ങനെയാണെങ്കിൽ എന്റെ മോള് പുറത്തുനിന്ന് പോയിട്ട് ജോലി ചെയ്യേണ്ട ഒരാവശ്യമില്ല. അവള് പറഞ്ഞെന്ന് പറഞ്ഞിട്ടാ നിങ്ങൾ കുറ്റിയെടുത്തിട്ട് ഇങ്ങോട്ട് പോന്നെ? അതല്ല ഏട്ടാ, നമ്മുടെ കുടുംബത്തിലെ ആരും 10ാം ക്ലാസ്സിന്റെ മേലെ പഠിച്ചിട്ടില്ലല്ലോ. അവൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു നിലയിലെത്തിയിട്ട് ഒരു ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോ ഒന്ന് സമ്മതിക്കേ. നിങ്ങളൊക്കെ എന്താ പറയുന്നേ? അവളവിടെ പോയിട്ട് അവളുടെ കാര്യം ആര് നോക്കാനാ? അതായത് മോളെ വിട്ടുകാന് അച്ഛന് പറ്റുന്നില്ല. അപ്പൊ അവളാണെങ്കിൽ അച്ഛ അതിനവിടെ ഹോസ്റ്റലുണ്ട്. എന്നെ പോലെ കുറേയധികം കുട്ടികള് അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. അവരുടെ അച്ഛന്മാര് സമ്മതിച്ചിട്ടില്ലേ അവര് വരുന്നേ. പിന്നെ അച്ഛൻ എപ്പോ എന്നോട് ജോലി നിർത്താൻ പറഞ്ഞാലും ഞാൻ നിർത്തിയിട്ട് വന്നോളാം. എന്നിട്ടും അങ്ങനെ സമ്മതിക്കാതായപ്പോ മറ്റേ ഫാമിലി മെമ്പേഴ്സ് പറയുന്നുണ്ട് നമ്മളുടെ കാലത്തെ പോലെ അല്ലല്ലോ, അവൾക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ. ചേട്ടനാണെങ്കിൽ ഒരു പലചരക്ക് കടയും ഞങ്ങള് റേഷൻ കടയും വെച്ച് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാ മുന്നോട്ട് പോകുന്നേ. നമ്മളുടെ കുടുംബത്തില് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച ഒരു പെൺകുട്ടി അവള് മാത്രമല്ലേ ഉള്ളൂ. ഇതുവരെയായിട്ട് അവൾ ഒരു ചെറിയ ചീത്തപ്പേര് പോലും കേൾപ്പിച്ചിട്ടില്ലല്ലോ. ഇവള് നമ്മളുടെ കുടുംബത്തിലെ ആദ്യത്തെ ഒരു നല്ല ഉദാഹരണമാവട്ടെ. അപ്പൊ അച്ഛനും അവർ പറഞ്ഞ കാര്യം ശരിയാണെന്ന് തോന്നിയിട്ട് സമ്മതിക്കാണ്. ഇന്ന് രാത്രി തന്നെ ഞാൻ തന്നെ നിന്നെ കൊണ്ടാക്കി തരാം. അപ്പോ മകൾക്കും കുടുംബത്തിലെ എല്ലാ ആളുകൾക്കും സന്തോഷം അടക്കാൻ പറ്റുന്നില്ല. അപ്പോ പ്രസന്റിലെ അടുത്ത ദിവസം രാവിലെ ആയപ്പോ ഭാര്യ എഴുന്നേറ്റ് നോക്കുമ്പോ നമ്മുടെ ഹീറോയെ അവിടെ എവിടെയും കാണുന്നില്ല. അപ്പോ കടയിൽ ജോലി ചെയ്യുന്ന ഗോപിയോട് അണ്ണനെവിടെ അറിയില്ല ചേച്ചി, അല്ല കട പോലും തുറക്കാതെ ഇങ്ങനെ ഇങ്ങോട്ട് പോയെ. അപ്പോഴാണ് നമ്മുടെ ഹീറോയും ഡ്രൈവറും കൂടി പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിലേക്ക് കയറുമ്പോൾ ഹീറോയുടെ ഫോണിലെ ചാർജ് തരാനായിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവർ ആണെങ്കിൽ ഫുഡ് കഴിക്കാൻ ഓർഡർ ചെയ്ത് കഴിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഒന്നും കഴിക്കാതെ വല്ലാതെ ടെൻഷനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ നിന്നിട്ട് അല്ല ചേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇന്നലെ രാത്രി എടാ വണ്ടി കയറിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ, എന്തിനേലും പറ. അതേടാ ഗണേശ, എന്റെ മോളെ ഇന്നലെ മുതൽ വിളിച്ചിട്ട് അവള് ഫോൺ എടുക്കുന്നില്ല. അവൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് എന്തോ ഉള്ളിൽ പേടി പോലെ. അപ്പോൾ ഡ്രൈവർ ഗണേശനാണെങ്കിൽ ഏട്ടാ ഈ കാര്യം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഈ സമയത്തിനുള്ളിൽ നമ്മള് ഹൈദരാബാദിൽ എത്തില്ലായിരുന്നോ? അങ്ങനെ കഴിച്ചുകൊണ്ടൊരു ഭക്ഷണം ഇട്ടിട്ട് ഏട്ടാ കറക്റ്റ് മാപ്പ് നോക്കിയോ അതും പറഞ്ഞ് വണ്ടി എടുത്ത് അവിടുന്ന് പാഞ്ഞടിച്ച് പോവാണ്. അപ്പോഴാണ് ഹോസ്റ്റലിലേക്ക് വാർഡൻ വന്നിട്ട് സ്വാതി അവളെവിടെ? അവളുടെ ഫോണും ബാഗും എല്ലാം ഇവിടെ ഉണ്ടല്ലോ. കൂട്ടുകാരികളായിട്ടുള്ള നിങ്ങൾ 3 പേരും അവൾ എന്തോ ചെയ്തതാ. അപ്പോ സെക്യൂരിറ്റിയും പറയുന്നുണ്ട് അതെന്നാ പെൺകുട്ടി വളരെ പാവായിരുന്നില്ലേ, ഇന്നലെ വൈകുന്നേരം മുതലേ അവളെ കാണുന്നില്ല, നിങ്ങൾ പറ അവൾ എവിടെ? എന്നാല് അവരാരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോ വാർഡൻ നിങ്ങളോട് മര്യാദക്ക് ചോദിച്ചാല് നിങ്ങൾ പറയില്ല അല്ലെ, പോലീസ് വരട്ടെ അപ്പൊ പറഞ്ഞോളൂ. ഒരുത്തിയും അതുവരെ ഈ ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പോ മറ്റു റൂമിലെ പെൺകുട്ടികൾ വന്നിട്ട് മാഡം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ക്ലാസ് ജോലിയൊക്കെ ഉള്ളതല്ലേ. ഇന്നലെ വൈകുന്നേരം മുതലേ ഈ ഹോസ്റ്റലിലെ ഒരു പെൺകുട്ടിയെ കാണാനില്ല. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ പോലീസ് വരുന്നവരെ ഇവിടെ ആരും എങ്ങോട്ടും പോകുന്നില്ല. പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പോഴാണ് ആ കൂട്ടത്തില് ഒരു പെൺകുട്ടിക്ക് മീഡിയയില് വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയെ പരിചയമുണ്ട്. അപ്പൊ അവര് വിളിച്ചിട്ട് ഞങ്ങളുടെ ഹോസ്റ്റലില് ഇങ്ങനെ ഇന്നലെ വൈകുന്നേരം മുതലേ ഒരു പെൺകുട്ടിയെ കാണാനില്ല. അവള് ഗ്രാമത്തിൽ നിന്ന് വന്നതാ. അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല അവൾക്ക്. പാർട്ടിക്കോ അങ്ങനെ പുറത്തുനിന്ന് അവള് പോവാറുമില്ല. അവളുടെ റൂംമേറ്റ്സിനെയാണ് വാർഡൻ സംശയിക്കുന്നത്. അത് കേട്ടപ്പോ ആ ഒരു ലേഡി ആണെങ്കിലേ ന്യൂസില് നമ്മുടെ ഹൈദരാബാദില് പെൺകുട്ടികള് സേഫ് ആണോ? കഴിഞ്ഞ ദിവസം ദിവ്യ പിന്നെ ശാന്തി ഇപ്പൊ ഇതാ സ്വാതി എന്നൊരു പെൺകുട്ടി കൂടെ കാണാതായിട്ടുണ്ട്. ഇവിടെ ജീവിക്കുന്ന പെൺകുട്ടികളൊക്കെ സേഫ് ആണോ? ആ ഒരു ന്യൂസ് ജിമ്മില് വർക്ക് ചെയ്തോണ്ടിരുന്ന ACV കണ്ടപ്പോ ഈ ഒരു കാര്യമൊന്നും പോലീസ് ടീം എന്നോട് അറിയിച്ചില്ലല്ലോ. ഉടനെ തന്നെ ഇൻസ്പെക്ടറെ വിളിച്ചിട്ട് ഭവാനി ഹോസ്റ്റലിലെ പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസ് എന്തായി? സാറേ അവരിപ്പോഴാ കംപ്ലൈന്റ് വന്ന് ഞങ്ങള് ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെയാണോ ഇൻവെസ്റ്റിഗേഷന് നിങ്ങൾ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ വാർത്ത ന്യൂസിലെത്തിയ? ഇതിന് മുൻപ് നടന്ന മറ്റു 2 കേസുകളോ? സാർ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ACPക്ക് ഇയാള് വിശ്വസിച്ച് കാര്യമെന്ന് ഉറപ്പായപ്പോ നേരെ CI ഓഫീസറായിട്ടുള്ള റെബേക്കയെ വിളിച്ചിട്ട് ഇതിന് മുൻപ് നിങ്ങൾ ഒരു പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസ് വളരെ പെട്ടെന്ന് അന്വേഷിച്ച് തെളിയിച്ചിരുന്നില്ലേ, അതുപോലെ മറ്റൊരു മിസ്സിംഗ് കൂടെ നടന്നിട്ടുണ്ട്. ഓൾറെഡി മീഡിയയിലെ ന്യൂസ് ലീക്കായതാണ്. വളരെ കെയർഫുൾ ആയിട്ട് വേണം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഈ മിസ്സിംഗ് കേസിന്റെ ഇൻഫർമേഷൻ SIയുടെ കയ്യിലുണ്ട്. അപ്പോൾ CI റബേക്കയും ഓക്കെ സാറേ ഉടനെ തന്നെ ഞാൻ ഇറങ്ങായി. അങ്ങനെ വേഗം തന്നെ അവര് ഹോസ്റ്റലിൽ എത്തിയപ്പോ ഓൾറെഡി അവിടെ മീഡിയ എത്തിയിട്ടുണ്ട്. അപ്പോൾ SIയോട് ആരാ ഈ ന്യൂസ് ലീക്ക് ചെയ്തെന്ന് അറിഞ്ഞു. അത് ഈ ഹോസ്റ്റലിൽ തന്നെ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ റബേക്കയാണെങ്കിൽ കൂട്ടത്തിലൊരു പെൺകുട്ടിക്ക് എന്താ സംഭവിച്ചെന്ന് പോലും അറിയാത്തപ്പോ ഭീതി പരത്താന് ബാഡ് ന്യൂസ് സ്പ്രെഡ് ചെയ്യാം അവസ്ഥ തന്നെ. അങ്ങനെ നേരെ സ്വാതി സ്റ്റേ ചെയ്ത ആ റൂമിലേക്ക് പോയിട്ട് റൂംമേറ്റ്സിനോട് ഈ ബാഗും ഫോണൊക്കെ അവളുടേതാണെങ്കിലേ അവള് ജോലി കഴിഞ്ഞ് നേരെ റൂമിൽ എത്തിയിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾ ആരും അവളെ കണ്ടില്ലേ? ഇല്ല മേഡം ഞങ്ങൾ കണ്ടില്ല. ആഹാ കണ്ടിട്ടില്ലാന്നോ? അപ്പോ വാർഡനോട് ഹോസ്റ്റലില് CCTV ഇല്ലേ? അപ്പോ ഉണ്ടെന്ന് പറയുമ്പോ ഉടനെ തന്നെ ആ പെൺകുട്ടി എപ്പോഴാ ഹോസ്റ്റലിലേക്ക് വന്നത്, എപ്പോഴാ തിരിച്ചു പോയത്, ആ ഫുട്ടേജ് എടുക്ക്. അപ്പോഴാണ് വാർഡൻ പറയുന്നത് മേഡം ഞാൻ കുറച്ചു നേരത്തെ തന്നെ ആ വിഷ്വല് നോക്കിയതാ. അപ്പോ അവള് ഹോസ്റ്റലിലേക്ക് വന്നതിൽ കാണാനുണ്ട്, എന്നാല് അവള് പിന്നീട് തിരിച്ച് പോയിട്ടില്ല. അതുകൂടി കണ്ടപ്പോഴാ ശരിക്കും ഞാൻ പേടിച്ച് പോലീസിനെ വിളിച്ചത്. തിരിച്ച് പോയിട്ടില്ലാന്നോ? അപ്പൊ SIയോട് ഈ ഒരു കാര്യം എന്താ നിങ്ങൾ നേരത്തെ എന്നോട് പറയാതിരുന്നേ? അതിന് ഇവര് ഇപ്പോഴാ മേഡം ഈ കാര്യം പറയുന്നേ? CCTV റൂം ഇവിടെ, എനിക്ക് വിഷ്വല് കാണണം. അങ്ങനെ പോയി ചെക്ക് ചെയ്യുമ്പോ വയലറ്റ് കളർ ചുരിദാർ ഇട്ടിട്ട് അവള് ഹോസ്റ്റലിലേക്ക് കയറിയിട്ടുണ്ട്. എന്നാൽ വാർഡൻ പറഞ്ഞ പോലെ തന്നെ തിരിച്ച് പോയതിന്റെ വിഷ്വലില്ല. അപ്പോ റബേക്ക ഈ ഹോസ്റ്റലിന്റെ എല്ലാ മുക്കും മൂലയും അരിച്ചു പെറുക്കണം, ഒരു ചെറിയ ഭാഗം പോലും വിട്ടുപോകാൻ പാടില്ല. അങ്ങനെ
ACPക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ ആലോചിച്ച് നോക്കുകയാണ്. ഹോസ്റ്റലിലെത്തിയ അവള് പുറത്തു പോയിട്ടില്ലെങ്കിൽ ഇവിടെ വെച്ച് അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോഴാണ് ഹോസ്റ്റലിൽ മുഴുവൻ അന്വേഷിച്ച ഇൻസ്പെക്ടറും ടീമും പറയുന്നത് മുഴുവൻ അരിച്ചു പെറുക്കി ഒരു ചെറിയ ക്ലൂ പോലും ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ACP ആണെങ്കിൽ ഈ ഒരു ഹോസ്റ്റലിന് വേറെ ഏതെങ്കിലും എൻട്രൻസോ എക്സിറ്റോ ഉണ്ടോ? ഇല്ല, മെയിൻ ഗേറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഹോസ്റ്റലിലേക്ക് വന്ന പെൺകുട്ടി പിന്നെ എവിടെ പോയി? ഒന്നും മനസ്സിലാക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് തന്റെ മകള് സ്വാതിയെ തേടിയിട്ട് നമ്മുടെ കഥയിലെ ഹീറോയും അവളുടെ അച്ഛനുമായ പ്രസാദ് വരുന്നത്. അപ്പൊ പുറത്താണെങ്കിലേ മീഡിയയും ക്യാമറയും ആളുകളെ തടിച്ചുകൂടണ്ടപ്പോ എന്താ ഇവിടെ? അങ്ങനെ പുറത്ത് കാവൽ നിന്ന് പോലീസുകാരനോട് എന്റെ മോളുള്ളിലുണ്ട്, എനിക്കൊന്നവളെ കാണണം. ആ കാഴ്ച കണ്ടപ്പോ ACP റബേക്ക എന്താ അവിടെ? അപ്പോഴാണ് ഹോസ്റ്റലിന്റെ വാർഡൻ പറയുന്നത് മേഡം അദ്ദേഹം തന്നെയാണ് സ്വാതിയുടെ അച്ഛൻ. പിന്നെ മേഡം അദ്ദേഹം കുറച്ച് സെൻസിറ്റീവാ, നോക്കി ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ഉള്ളിലേക്ക് വന്ന ഹീറോ എന്റെ മോളിവിടെ ഇവിടെ എന്തിനാ ആൾക്കാരെങ്ങനെ തടിച്ചുപിടിക്കുന്നത്? ഇന്നലെ മുതൽ ഞാൻ മോളെ വിളിക്കുക, അപ്പോൾ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ്. എനിക്ക് പേടിയായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതാ ഞാൻ രാത്രി തന്നെ ഒരു കാറും പിടിച്ച് ഇങ്ങ് പോന്നേ. ഞാനേ എന്റെ മോളെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ACP സാറേ ഒരു മിനിറ്റ് ഒന്നിരിക്കോ, ഒരു കാര്യം പറയാനാ. പിന്നെ നിങ്ങൾക്ക് വെള്ളം വല്ലതും വേണോ? വെള്ളം ഒന്നും വേണ്ട. അല്ല എന്താ? ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങളെ പാനിക് ആവരുത്. കഴിഞ്ഞ രാത്രി മുതൽ നിങ്ങളുടെ മകളെ കാണാനില്ല. അത് കേട്ടപ്പോ അങ്ങനെ ഷോക്കായിട്ട് ധരിച്ചിരുന്നു പോണ്. ഇവിടെയാണ് ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ അടുത്ത എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിലെ കഥയുടെ ആരംഭത്തിലെ ഒരു ചെറിയ പെൺകുട്ടി കിണറ്റിലെ മറ്റൊരു കുട്ടിയെ തള്ളിയിട്ടിരുന്നില്ലേ? ഒന്നും അറിയാത്ത പോലെ അവള് വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ പുറത്ത് ജനങ്ങള് തടിച്ചു കൂടുകയാണ്. എന്നിട്ട് നിങ്ങളുടെ പാപിയായ ആ മോളിലെ അവളെ പുറത്തേക്ക് കൊണ്ടുപോവാ. അങ്ങനെ ജനങ്ങളെല്ലാരും അവളെ കടിച്ചു കയറുമ്പോഴാണ് അവൾ ആ പെൺകുട്ടിയെ തള്ളിയിടുന്ന കണ്ട ഒരു പയ്യനില്ലേ, അവനും ആ കൂട്ടത്തിലുണ്ട്. അപ്പോ ഇവൻ ഒറ്റ കൊടുത്താന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഭാഗ്യത്തിന് കിണറ്റിൽ വീണ ആ പെൺകുട്ടിക്ക് ഒന്നും പറ്റിട്ടില്ല. അങ്ങനെ രാത്രി ആയപ്പോ അവളുടെ അച്ഛനും അമ്മയും പൈസ എടുക്കൊണ്ടിരിക്കുമ്പോ ഇത് നമ്മളുടെ പൈസയാ? അല്ല മോളെ, നമ്മള് ചിട്ടി നടത്തുന്നില്ലേ, ഈ നാട്ടിലെ ജനങ്ങളുടെ പൈസയാ, ഓരോരുത്തർക്ക് സമയമാകുമ്പോ കൊടുക്കണം. ഇത്രത്തോളം പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നല്ലതായിരുന്നില്ലേ? അല്ല, ഈ പൈസ കൊടുക്കാതെ നമ്മുടെ കയ്യിൽ തന്നെ വെച്ചാലേ നമ്മുടെ പൈസയാവോ? അത് കേട്ടപ്പോ ആഹാ, മോള് പറഞ്ഞ ഐഡിയ കൊള്ളാല. അങ്ങനെ ആ കുരുത്തം കേട്ട തന്തയും തള്ളയും ആ പൈസ എടുത്തിട്ട് മോളും കൂട്ടി രാത്രി തന്നെ ആ നാട്ടിൽ നിന്ന് പെട്ടിയും കിടക്കും സാധനങ്ങൾ എടുത്തിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണ്. എന്നാല് ആ ഒരു കാഴ്ച നാട്ടിലെ ചില ആളുകൾ കണ്ടിട്ട് എങ്ങോട്ടാടാ ഈ രാത്രി കോടി പോകാൻ നോക്കുന്നേ? അങ്ങനെ ജനങ്ങളെ ചുറ്റി വളഞ്ഞിട്ട് നിന്നെ വിശ്വസിച്ചില്ലടാ, നമ്മുടെ ഗ്രാമത്തിലെ ഒരുത്തനായതുകൊണ്ട് നിന്റെ കയ്യില് ഞങ്ങളുടെ സേവിങ്സ് തന്നെ, എന്നിട്ട് നാണവും മാനുമില്ലാതെ അതും കട്ടിട്ട് പോവാൻ നോക്കുക. എന്റെ ഭാര്യയുടെ ഓപ്പറേഷൻ വെച്ച പൈസ അതിലുണ്ടടാ, ഭാഗ്യത്തിനടാ ഞാൻ നിന്നെ കണ്ടേ. അങ്ങനെ അയാളെ പഞ്ഞു കിടുമ്പോ ആ കൂട്ടത്തില് ആ ഒരു പെൺകുട്ടിയെ സാക്ഷി പറഞ്ഞ പയ്യനില്ലേ, അവനും ഉണ്ട്. ഇപ്പോഴും നീയാണല്ലേ എല്ലാത്തിനും കാരണമെന്ന് ആ പെൺകുട്ടി ദേഷ്യം പിടിക്കുന്നുണ്ട്. അപ്പൊ ACP അച്ഛനോട് ഇന്നലെ വൈകുന്നേരം അവളിവിടെ എത്തിയിട്ടുണ്ട്, ഫോണും ബാഗൊക്കെ റൂമിലുണ്ട്, പേടിക്കൊന്നും വേണ്ട, എന്റെ ടീം നിങ്ങളുടെ മോളെ ഉടനെ കണ്ടെത്തും. അപ്പോഴാണ് നമ്മുടെ ഹീറോയിലെ ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നത്. അതായത് മകൾക്ക് ജോലി കിട്ടിയപ്പോ അച്ഛൻ മകളെ കൂട്ടിയിട്ട് ഹൈദരാബാദിലൊക്കെ പോയപ്പോ കടയുടെ കാര്യമൊക്കെ അമ്മയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോ എന്തായെന്നറിയാനേ ഫോൺ വിളിച്ചിട്ട് എന്തായി അവിടെ എത്തിയതോ ഒന്നും വിളിച്ചറിയിച്ചില്ല, നിനക്ക് കുറച്ചേരം ക്ഷമിക്കാൻ പറ്റില്ലേ? ഇപ്പോ അവളുടെ ഓഫീസിന്റെ അരികിൽ എത്തിയിട്ടേ ഉള്ളൂ, പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ ഓഫീസിലെത്തുമ്പോ ആ ഒരു വലിയ ഗജഗംഭീര ബിൽഡിംഗ് കണ്ടപ്പോ അച്ഛന് സന്തോഷവും അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. തന്റെ മകളെ പോലെ 100 കണക്കിന് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് പണ്ട് തന്റെ മകളോട് ലോകത്ത് കുറെ പഠിച്ച് ജോലി വാങ്ങിയിട്ടൊന്നും ഒന്നും നേടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ കാര്യോർത്ത് തന്റെ അന്നത്തെ തീരുമാനം തെറ്റായിരുന്നു എന്ന് തോന്നുന്നത്. അങ്ങനെ മുകളിലെത്തിയപ്പോ സ്വാതിയോട് ജോയിൻ ചെയ്യാൻ വേണ്ടി ഉള്ളിലേക്ക് പോയിക്കൊന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോ അവളും നല്ല കാട്ട ഇംഗ്ലീഷില് എന്റെ അച്ഛൻ ഇവിടെ ആദ്യമായിട്ടാ വരുന്നവരെ ഒന്ന് അച്ഛനെ നോയിക്കൊള്ളു പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോകാൻ നോക്കുമ്പോ അച്ഛന് ഇത് എന്റെ മോള് തന്നെയാണ്, അഭിമാനമാവുന്നുണ്ട്, മോളെ നീ പോയിട്ട് വാ, ഞാന് ഇവിടെ തന്നെ ഉണ്ടാവും. അതേ സമയത്ത് ഹോസ്റ്റലില് ആ ഒരു 3 പെൺകുട്ടികളില്ലേ, അവരുടെ കയ്യിലിരിപ്പ് സഹിക്കാൻ പറ്റാതെ കൂടെ താമസിച്ച ഒരു റൂംമേറ്റ് ഇല്ലേ, അവളുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ പേക്ക് ചെയ്തിട്ട് മനുഷ്യന്മാര് നിങ്ങളുടെ കൂടെ നിൽക്കൂലെന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പൊ ആ കാഴ്ചയുടെ വാർഡൻ മോളെ നീ എങ്ങോട്ടാ? എന്നെ ആക്കിയ റൂമിലുള്ളത് 3 രാക്ഷസികളാണ്, നിങ്ങൾ എന്താ പറയാത്തെ? പലപ്പോഴും വേറൊരു റൂം ചോദിച്ചിട്ട് നിങ്ങൾ മാറ്റി തന്നിട്ടില്ല, തന്ന പൈസ എനിക്ക് വേണ്ട, ജീവൻ മതി. അങ്ങനെ അവളോടൊന്ന് പോകുമ്പോ വാച്ച്മാൻ ചോദിക്കുന്നുണ്ട്, അല്ല മേഡം ഇത്രയും പ്രശ്നക്കാരികളാണെങ്കിൽ അവരെ 3 ആളെയും അങ്ങ് പുറത്താക്കിയ പോരെ? അവര് വല്ലാതെ തലവേദന ആയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഒരു 10-30 കുട്ടികളെ അവര് റെക്കമെൻഡ് ചെയ്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഓർത്തിട്ടാ ഞാൻ ഇപ്പൊ സഹിക്കുന്നേ. അപ്പോ അതേ ഹോസ്റ്റലിലേക്കാണ് നമ്മുടെ ഹീറോയിലെ തന്റെ മകളെയും കൂട്ടിട്ട് വരുന്നത്. മേഡം എനിക്ക് ഒറ്റയ്ക്കൊരു റൂം ഉണ്ടാവോ? അയ്യോ ഒറ്റയ്ക്ക് റൂമില്ലാലോ, ഇവിടെ 4 പെൺകുട്ടികൾ ചേർന്നിട്ട് ഒരു റൂമിൽ സ്റ്റേ ചെയ്യാറാ. ഒരു റൂമിൽ 3 പെൺകുട്ടികളുണ്ട്, പറ്റുകയാണെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാം, അച്ഛനോട് സംസാരിച്ചു നോക്ക്. അപ്പൊ അവള് മേഡം എനിക്ക് ഒന്നാ റൂം കാണാൻ പറ്റുമോ? അങ്ങനെ റൂമിൽ നോക്കുമ്പോ റൂം അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്, അതുപോലെ പേഴ്സണലായിട്ട് കട്ടിലും അലമാരയും ഷെൽഫും ഒക്കെ ഉണ്ട്. ഇപ്പൊ റൂമിലുള്ള മറ്റു പെൺകുട്ടികളെ തന്റെ പേരും പരിചയപ്പെടുത്തിയിട്ട് മേഡം എനിക്ക് റൂം ഇഷ്ടമായി,
ഞാനിവിടെ സ്റ്റേ ചെയ്തോളാം. അങ്ങനെയാണെങ്കിൽ മോള് പോയിട്ട് അഡ്വാൻസ് കൊടുത്തോ, ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ സ്വാതി പോയി കഴിഞ്ഞപ്പോ ബാക്കി 3 ഈ റൂമിൽ വേറെ ആരും സ്റ്റേ ചെയ്യിപ്പിക്കില്ലാന്ന് മേഡം ഒരിക്കൽ ഉറപ്പ് തന്നതായിരുന്നു. അതിന് ഇവിടെ എക്സ്ട്രാ ഒരു ബെഡില്ലേ, അത് പൂജിക്കാൻ വാങ്ങി വെച്ചതല്ല. ഇനിയിപ്പോൾ അവളെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ റൂം വെക്കേറ്റ് ചെയ്തോ. അതും പറഞ്ഞ് വാർഡൻ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ മകളോട് അച്ഛനാണെങ്കിലേ മോളെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ പോവാ, അല്ലാച്ച ബസ് വൈകുന്നേരല്ലേ, അതുവരെ എന്താ ചെയ്യാ, ഞാനും അച്ഛനോട് വരട്ടെ. നീ സമാധാനത്തില് ഇവിടെ റെസ്റ്റ് എടുക്ക്, ഞാൻ വേണമെങ്കിൽ റൂമൊക്കെ എടുത്ത് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് അങ്ങ് പോയിക്കോളാം, വീട്ടിലെത്തി വിളിക്കാം. അപ്പൊ വാർഡനോട് എന്റെ മോൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണേ, പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കണം, ഇവിടെ ബഫേ സിസ്റ്റം, അവർക്ക് വേണ്ടത് അവരുടെ മുമ്പിലെത്തും. അങ്ങനെ മോള് റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പോ അവിടെ നിന്ന് അച്ഛന് പോകാൻ പറ്റുന്നില്ല. അപ്പൊ വാർഡൻ അല്ല എന്താ പറ്റിയ, എന്റെ മോള് ജനിച്ച ശേഷം ഇതുവരെ അവള് മാറി നിന്നിട്ടില്ല. അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല, ഇവിടെ കുറേ അധികം പെൺകുട്ടികളുണ്ട്, അവരുടെ കൂട്ടത്തില് മോളുടെ കാര്യം നോക്കിക്കോളാം. അപ്പോൾ സെക്യൂരിറ്റിയോടും ഒന്ന് നോക്കിക്കോളെന്ന് പറഞ്ഞിട്ടാണ് അന്ന് അച്ഛനോട് നിന്ന് ഇറങ്ങിയത്. അങ്ങനെ മകളെ കുറിച്ച് ഓർത്തുകൊണ്ടിരുന്ന അച്ഛനില്ലേ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് യാന്ത്രികമായിട്ട് മുകളിലേക്ക് എങ്ങോട്ടോ നടന്നു പോവാണ്. അപ്പോ വാർഡനോ നമ്മുടെ റബേക്കോ പോലീസ് ടീമിനോ ഒന്നും മനസ്സിലാവുന്നില്ല, ഇദ്ദേഹം ഇത് എങ്ങോട്ടാ പോകുന്നത്. അപ്പോ അവരും പിന്നാലെ പോയി നോക്കുമ്പോ തന്റെ മകളുടെ റൂമുള്ള ഭാഗത്തേക്ക് ഇടത്തോട്ട് തിരിഞ്ഞു പോകാനും നോക്കുമ്പോ അങ്ങേര് അങ്ങോട്ട് പോവാതെ വേറെ അങ്ങോട്ട് പോവാണ്. അപ്പോഴാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. സ്വാതി ആ റൂമിലെത്തിയപ്പോ അവൾക്കാരി കൊടുത്ത ലോക്കറില്ലേ അതും ആ 3 കയ്യേറാണ്. അത് മാത്രല്ല അവൾ വർക്കിനിരിക്കുമ്പോ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഞങ്ങൾക്ക് ഉറങ്ങണമെന്ന് പറയും. അവൾ ഉറങ്ങാൻ നേരത്ത് അവര് ലൈറ്റ് ഓൺ ആക്കിയിട്ട് ഡാൻസും പാട്ടും പാർട്ടിയും അങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാതി ആണെങ്കിലേ മേഡത്തിനോട് മേഡം ഇനി 1 മിനിറ്റ് ആ റൂമിൽ എനിക്ക് താമസിക്കാൻ പറ്റില്ല, കൂടെയുള്ളവർക്ക് ഞാനവിടെ സ്റ്റേ ചെയ്യുന്നത് താല്പര്യമില്ലാന്ന് തോന്നുന്നുണ്ട്. അതെന്തിനാ നീ നോക്കുന്ന മോളെ, നീ പൈസ തന്നിട്ടില്ല സ്റ്റേ ചെയ്യുന്നേ. അതല്ല മേഡം, കഴിഞ്ഞ രാത്രിയും എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല, കുറെ ആയത്, എനിക്ക് വേറൊരു റൂം മാറ്റി തരുമോ. അതിനിപ്പോ വേറെ റൂമൊന്നും ഒഴിവില്ലല്ലോ മോളെ സ്വാതി, ഒരാഴ്ച എനിക്ക് താ, ഉറപ്പായിട്ട് നിനക്ക് ഞാൻ ഒരു പുതിയ റൂം റെഡിയാക്കി തരാം. ഓൾറെഡി നീ വാടക തന്നതല്ലേ, വെറുതെ പൈസ കളയണ്ട. നമ്മുടെ സ്വാതി ആദ്യമായിട്ടല്ലേ ഹൈദരാബാദിലേക്ക് വന്നത്, അപ്പോ എങ്ങനെയാണ് ബസ് പിടിച്ച് ഓഫീസിലേക്ക് പോകേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പോ സെക്യൂരിറ്റിയോട് ചോദിക്കുമ്പോ അങ്ങേരെല്ലാം പറഞ്ഞു കൊടുക്കാണ്. അങ്ങനെ അവള് നട്ട് വെയിലത്ത് ബസ് കാത്ത് നിൽക്കുമ്പോ കുറച്ചിപ്പുറത്ത് ഒരുത്തൻ ബൈക്കിൽ ഹെൽമെറ്റ് വെച്ച് ദൂരെ നിന്ന് സ്വാതിയെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ വല്ല ഓട്ടോയും കിട്ടും നോക്കിയിട്ട് ഒരോട്ടോയും നിർത്തുന്നുമില്ല. അപ്പൊ ആ ബൈക്കിലുള്ളവനെ സ്വാതി കണ്ടപ്പോ അവൾക്ക് എന്തോ ചെറിയ പേടിയും പന്തികേടും തോന്നിയിട്ട് അവിടുന്ന് ഓഫീസിലേക്ക് നടന്നു പോകാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ അപ്പോഴാണ് സ്വാതിയുടെ അച്ഛനില്ലേ നടന്ന് ആ ഹോസ്റ്റലിന്റെ മുകളിലെ ടെറസിലെത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ വലിയ വെള്ള ടാങ്കില്ലേ ആ ടാങ്കിന്റെ മുമ്പിൽ നിൽക്കുമ്പോ നമ്മുടെ റബേക്ക ടാങ്ക് നോക്കിയായിരുന്നു. എസ് പറഞ്ഞു നോക്കിയത് മാഡം, അതിലൊന്നുമില്ല. എന്നാല് അപ്പോഴാണ് ആ ടാങ്കിന്റെ മറുഭാഗത്ത് സൈഡിലായിട്ട് അങ്ങേരെ എന്തോ ഒന്ന് കണ്ടിട്ട് തന്റെ മകളുടെ ചെറുപ്പത്തിൽ ഓർമ്മയും അവൾ എങ്ങനെയൊക്കെ ഒരു നല്ല കുടുംബത്തിൽ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് മുന്നോട്ട് ജീവിതം കാണാനായിരുന്നു ആഗ്രഹിച്ചത്, അതൊക്കെ ഒരു നിമിഷം കണ്ണിന് മുമ്പിലൂടെ വന്നു പോവാണ്. അവ പെട്ടെന്നാണ് അച്ഛനിലെ അവിടെ തളർന്ന് ബോധം കെട്ട് വീഴുന്നത്. അപ്പൊ നമ്മുടെ പോലീസ് ടീം ബാക്കി എല്ലാരെയും അവിടെ തടഞ്ഞു നിർത്തിയിട്ട് ഓടിപ്പോയി അങ്ങനെ താങ്ങി നിർത്തിയിട്ട് ACP പതിയെ ആ ടാങ്കിന്റെ പിന്നിൽ എന്താ നോക്കുമ്പോഴാണ് ഇരുന്ന രൂപത്തില് സ്വാതി അവിടെ മരണപ്പെട്ട് കിടക്കുന്നത് അവര് കാണുന്നത്. എന്നാൽ ഇതൊന്നും അറിയാതെ കൂടെ വന്ന ഡ്രൈവർ ഗണേശനില്ലേ എന്താ ചേട്ടാ പറ്റിയെന്ന് സങ്കടത്തില് വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഇവിടെയാണ് 2ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ അടുത്ത എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിലെ നമ്മള് തുടക്കം മുതലേ ഇടയ്ക്കൊരു ചെറിയ പെൺകുട്ടിയെ കണ്ടിരുന്നില്ലേ, അവളിപ്പോ വളർന്ന് വലിയ പെൺകുട്ടിയായിട്ടുണ്ട്. അപ്പൊ നോക്കുമ്പോ അവള് പെട്ടിയും ബാഗൊക്കെ എടുത്തിട്ട് രാവിലെ തന്നെ എങ്ങോട്ടേക്ക് പോകാൻ ഇറങ്ങാണ്. അപ്പൊ അമ്മയും ബാഗിലെടുത്തത് എങ്ങോട്ടാ, അമ്മേ ഞാൻ ഹൈദരാബാദില് ജോലി അന്വേഷിച്ച് പോവാണ്, അതിന് അവിടെ നമുക്ക് ആരുമില്ലല്ലോ, പിന്നെ എങ്ങനെയാ നീ സ്റ്റേ ചെയ്യാ, അതിന് ലേഡീസ് ഹോസ്റ്റൽ ഉണ്ട് അമ്മയുടെ, ജോലിയൊക്കെ ആയിട്ട് ഒന്ന് സെറ്റിൽ എവിടെ തന്നെ, അമ്മയെ ഞാൻ വന്നിന് കൂട്ടിക്കൊണ്ടു പോവാം. കൂടുതലൊന്നും പറയാതെ അവളവിടെ നിന്ന് പോകുമ്പോ അമ്മയാണെങ്കിൽ അച്ഛനെ കാണാതായിട്ട് കുറെ നാളായി, അതിനെക്കുറിച്ച് അന്വേഷിച്ചിടൊന്നും പോലുമില്ല. ഇപ്പൊ ഇവളും ബാഗ് എടുത്തിട്ട് ഇറങ്ങിപ്പോവാ, പറഞ്ഞ കേൾക്കുന്നവളോടല്ലേ പറഞ്ഞിട്ട് കാര്യം. അങ്ങനെ വീട്ടിന്റെ ഉള്ളിലേക്ക് ആ അമ്മ കയറിയപ്പോഴാണ് അലമാരയിലുണ്ടായിരുന്ന സ്വർണവും പണവും എല്ലാം അരിച്ചു പെറുകിയിട്ടുള്ള പോയിട്ടുണ്ട്. ആ അമ്മയാണെങ്കിൽ പണ്ടാര കാലത്ത് എല്ലാം വാരിയിട്ട് പോയല്ലോ. അതേ സമയത്ത് നമ്മുടെ CI റബേക്കയെ AC വിളിച്ചിട്ട് എന്തായി സ്വാതിയെ കണ്ടെത്തിയോ? ആ സാറേ, നിന്നെ കേസ് ഏൽപ്പിച്ചപ്പോ തന്നെ എനിക്കറിയായിരുന്നു, അപ്പോ മീഡിയ വിളിച്ചിട്ട് ഒന്ന് സംസാരിച്ച് കേസ് സോൾവ് ചെയ്. സാറേ, അതിന് ചെറിയൊരു പ്രശ്നമുണ്ട്, സ്വാതി ജീവനോടെയല്ല, അവള് മരണപ്പെട്ട രീതിയിൽ അവളുടെ ബോഡിയെ കിട്ടിയിട്ടില്ല, അവളുടെ അച്ഛൻ തന്നെയാണ് അവളുടെ ബോഡി കണ്ടെത്തി. അപ്പൊ അങ്ങേര് അല്ല, ഒരു CIയും SIയും ടീമും മുഴുവൻ ഉണ്ടായിട്ട് നിങ്ങൾ അരിച്ചു പെറുക്കിട്ട് നിങ്ങൾക്കാർക്കും കണ്ടെത്താൻ പറ്റിയില്ലേ, ഏതോ ഗ്രാമത്തിൽ നിന്ന് അവളുടെ അച്ഛനെ കണ്ടെത്തിയെന്നോ? അതെങ്ങനെ, അതിനെക്കുറിച്ച് അറിയില്ല സാറേ, പക്ഷെ തന്റെ മകളെ കണ്ടപ്പോ ആ അച്ഛൻ ബോധം കെട്ട് വീണു പോയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ ACP ചോദിക്കുന്നുണ്ട്, ഒരു സാധാരണ മിസ്സിംഗ് കേസ് ആയിരുന്നത് ഇപ്പോ മർഡർ മിസ്റ്റർ ആയല്ലോ, ആ ഒരു കുട്ടിയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിനയക്ക്, പിന്നെ ഇന്ന് വൈകുന്നേരത്തുള്ളിൽ തന്നെ ഈ കേസ് നിങ്ങൾ സോൾവ് ചെയ്തിരിക്കണം. അതേ സമയത്ത് സ്വാതിയുടെ ഫാമിലി മുഴുവനായിട്ട് വീട്ടിലേക്ക് വന്നിട്ട് അവളുടെ അമ്മയോട് എന്താ ടെൻഷനെ വിളിച്ച് വേഗം വരാൻ പറഞ്ഞ്, അത് മകളെ തേടിയിട്ട് അച്ഛൻ ഹോസ്റ്റലിലേക്ക് പോയതാ, മോളെ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല, അച്ഛനും ഫോൺ എടുക്കുന്നില്ല, ഇന്നലെ രാത്രി പോയതല്ലേ. അപ്പോ അവര് സമാധാനിപ്പിക്കാൻ നോക്കുമ്പോഴാണ് അടുത്തുള്ള
അടുത്തുള്ള നെയ്ബർ വന്നിട്ട് ന്യൂസിൽ എന്തോ കണ്ടു എന്ന് പറഞ്ഞ് വിളിപ്പിക്കുന്നത്. നോക്കുമ്പോ ന്യൂസില് കഴിഞ്ഞ രാത്രി കാണാതായ സ്വാതി എന്ന പെൺകുട്ടി ഇന്ന് രാവിലെ നോക്കുമ്പോ ഹോസ്റ്റലിലെ വെള്ള ടാങ്കിന്റെ സൈഡില് മരണപ്പെട്ട് കിടക്കായിരുന്നു. അത് കേട്ടപ്പോ കുടുംബക്കാരൊക്കെ ഷോക്കായി നിൽക്കുമ്പോ അമ്മ സ്വാതി എന്ന് എന്തോ പേര് കേട്ടല്ലോ എന്ന് ചോദിച്ചേ അങ്ങോട്ട് വരുമ്പോ അവരൊക്കെ തടയാൻ നോക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴാണ് അമ്മയും കേൾക്കുന്നത് സ്വാതിയെ ഇല്ലാതാക്കിയത് ആരാണ്, എന്തിനാണെന്ന് ഇനി വേണം കണ്ടുപിടിക്കാൻ. അപ്പോഴാണ് സ്വാതിയെ സ്ട്രെച്ചറില് എടുത്തിട്ട് പോകുന്നത് അമ്മ കാണുന്നത്. അപ്പോ സ്വാതി എന്ന് വിളിച്ച് ആ അമ്മയും അവിടെ ബോധം കെട്ട് വീണു പോവാണ്. അപ്പോ പതിയെ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അമ്മമാര് പറയുന്നുണ്ട്, ഇനി നമ്മളിവിടെ നിന്ന് എന്ത് ചെയ്യാനോ, ഏട്ടൻ ഒറ്റക്ക് അവിടെയല്ലേ, നമ്മുടെ മോളല്ലേ ഇല്ലാതായ, നമുക്കും പോയി നോക്കാം എന്താ സംഭവിച്ചെന്ന്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ CI റബേക്ക ഭർത്താവിനെ വിളിച്ചിട്ട് മോൾ എന്ത് ചെയ്യാ, അവൾ ഇവിടെ തന്നെ ഉണ്ട്, എന്താ നിന്റെ ശബ്ദത്തിന് ഒരു പതർച്ച പോലെ, അത് ഒരു പെൺകുട്ടിയെ കാണാതായിരുന്നില്ലേ, അവളുടെ ബോഡി ഇപ്പൊ കണ്ടെത്തി, മോളുടെ കാര്യം ശരിക്കും നോക്ക്. അപ്പൊ ഹസ്ബൻഡും ഞാൻ ഇന്ന് ഓഫീസിലേക്ക് പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. അതേ സമയത്ത് ഡോക്ടർ നമ്മുടെ ഹീറോയുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് CI വന്നിട്ട്, ഡോക്ടറെ അദ്ദേഹത്തിന്റെ കണ്ടീഷൻ എന്താ, ഇപ്പോഴും സ്വബോധം വന്നിട്ടില്ല, BP വല്ലാതെ വേരിയായിക്കൊണ്ടിരിക്കുകയാണ്, ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പോലും ഉറപ്പ് പറയാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ അദ്ദേഹം കണ്ണു തുറന്നാല് ഉടനെ തന്നെ എന്നെ ഇൻഫോം ചെയ്യാം, ഞാനിവിടെ പുറത്തുതന്നെയുണ്ട്. അങ്ങനെ നമ്മുടെ ഡ്രൈവർ ഗണേശനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, മേഡം ഇന്നലെ രാത്രി മകളെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടാ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നേ, അപ്പൊ ആ ഒരു മനുഷ്യനാ അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ കരുതിയില്ല. അപ്പൊ CI ആണെങ്കിലേ, അല്ല അദ്ദേഹത്തിന് എത്ര മക്കളാ, അതുപോലെ നിങ്ങൾ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞായിരുന്നു? ആ മേഡം ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് ഒരേ ഒരു കുട്ടി ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അല്ല എങ്ങനെയാ അദ്ദേഹത്തിന് വാട്ടർ ടാങ്കിന്റെ അരികിലെ തന്റെ മകളുണ്ടെന്ന് മനസ്സിലായ, അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? അതാ മേഡം എനിക്കും അറിയാതെ, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ കുറെ പ്രാവശ്യം ഫോൺ വിളിച്ചിട്ടും മോളെ കിട്ടിയില്ല, ഹോസ്റ്റലിൽ എത്തിയപ്പോ പോലും അവൾ എവിടെയാന്ന് അറിയുന്നുണ്ടായിട്ടില്ലല്ലോ, പെട്ടെന്നല്ലേ അദ്ദേഹം മുകളിലേക്ക് കയറിപ്പോയെ, അവസാനം നോക്കുമ്പോ തന്റെ മകളെ കണ്ടെത്തുകയും ചെയ്തു. അപ്പൊ CIക്ക് എന്തോ ഒരു സംശയം പോലെ, ഒരു കാര്യം ചെയ്, അവരുടെ ഫാമിലി എത്തിക്കഴിഞ്ഞാല് എന്നെ വിളിക്കുന്നു പറഞ്ഞിട്ട് അവിടുന്ന് നമ്മുടെ SIയും കൂട്ടിട്ട് നേരെ സ്വാതിയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് പോകുമ്പോ, പോസ്റ്റ്മോർട്ടം എന്തായി മേഡം, ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പൊ നേരെ ഡോക്ടറെ അടുത്ത് തരും, എന്താ ഡോക്ടറെ ഇതുവരെ പോസ്റ്റ്മോർട്ടം സ്റ്റാർട്ട് ചെയ്യാതെ, അതിന് ഒരു 3 മണിക്കൂർ കൂടി കാത്തു വെക്കണം. അപ്പൊ കലിപ്പൊന്ന് CI, എന്തിന് ഈ ഒരു കേസ് എത്രത്തോളം സെൻസിറ്റീവ് ആണ് നിങ്ങൾക്ക് അറിയോ, തമാശ പറയാതെ വേഗം തന്നെ പോസ്റ്റ്മോർട്ടം സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഡോക്ടർ ആണെങ്കിൽ ഇവിടെ വേറെ 2 ബോഡികളുണ്ട്, ഒന്ന് ആക്സിഡന്റും മറ്റൊന്ന് സ്വയം ജീവൻ ഒടുക്കിയതും. ACPയും DCPയും വിളിച്ചിട്ട് വേഗം അതിന്റെ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കും അർജന്റ് ഉണ്ട് എന്നെനിക്കറിയാം, ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്മെല്ലോ സാഹചര്യം സഹിക്കാൻ പറ്റുന്നുണ്ടോ, എന്നാൽ ഇതൊക്കെ സഹിച്ചിട്ട് വേണം എനിക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത് റിസൾട്ട് തരാൻ, അത് ഒരു പിഴവില്ലാതെ തരുവും വേണ്ടേ, അപ്പൊ കുറച്ച് കാക്കണം, കാര്യം മനസ്സിലായോ? അപ്പോൾ റബേക്കയും, ഐ എം റിയലി സോറി ഡോക്ടർ, അത് കുഴപ്പമില്ല, എനിക്ക് നിങ്ങളുടെ സാഹചര്യം മനസ്സിലാവും, പറ്റുന്നത്ര വേഗത്തിൽ ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങളെ വിളിച്ചോളാം. അങ്ങനെ പോകുന്ന സമയത്ത് എൻക്വയറിക്ക് എല്ലാവരും വിളിച്ച് റെഡിയാക്കിയിട്ടില്ലെന്ന് SIയോട് ചോദിക്കുമ്പോൾ എല്ലാം ഓക്കെയാണ് മേഡം. അങ്ങനെ നേരെ സ്റ്റേഷനിലെത്തിയപ്പോൾ എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദ്യം തന്നെ സ്വാതിയുടെ ടീം ലീഡറെ വിളിക്കുകയാണ്. എന്നിട്ട് അവനോട് സ്വാതിയെക്കുറിച്ച് നിനക്ക് എന്തൊക്കെ അറിയായിരുന്നു? അപ്പോൾ അവൻ പേടിച്ചിട്ട്, മേഡം എനിക്ക് അധികമൊന്നും അറിയില്ല, സമാധാനത്തില് തുടക്കം മുതൽ അറിയുന്ന കാര്യം പറ. അങ്ങനെ ഫസ്റ്റ് ദിവസം അവള് ജോലിക്ക് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് വന്നേ, എന്നാൽ കല്യാണം ദേഷ്യപ്പെടാതെ, പേടിക്കൊന്നും വേണ്ട, നമ്മളൊക്കെ ഇങ്ങനെയായിരുന്നു. അങ്ങനെ തന്റെ ടീമിനെയും പരിചയപ്പെടുത്തി അവളുടെ ഡെസ്ക് കൊടുത്തിട്ട് വർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മേഡം 2 ദിവസം കൊണ്ട് അവള് എല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് പഠിച്ചെടുത്തു. സാധാരണ 6-7 മാസം വേണം ഓരോ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ, എന്നാൽ ഒറ്റ മാസം കൊണ്ട് അവള് എല്ലാരെക്കാളും പ്രോയായി. എന്നാൽ അവസാന ദിവസം അവള് കമ്പനിയിൽ വന്നപ്പോ അവളുടെ മുഖത്ത് എന്തോ ഒരു മൂടിയായ പോലെ സങ്കടമുള്ള പോലെ തോന്നിയിരുന്നു. അവള് വർക്ക് ചെയ്യുമ്പോൾ അന്ന് ഞാൻ അവള് വിളിച്ചിട്ട് പോലും കേട്ടില്ല, അവസാനം കുറച്ച് ഒച്ചത്തിൽ വിളിച്ചപ്പോ അവള് പെട്ടെന്ന് ഞെട്ടിയ പോലെ എന്നെ കണ്ട് ഷോക്കായി. അവ എന്താന്ന് ചോദിച്ചപ്പോ അവൾക്ക് നല്ല തലവേദന എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ക്യാബിലേക്ക് വിളിച്ചിട്ട്, നിനക്ക് എന്താ പറ്റിയ, വർക്ക് ചെയ്ത ടെസ്റ്റിംഗ് കോഡ് തന്നെ ഇങ്ങനെ തെറ്റിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഓഫീസിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ, നിന്റെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടാ നിന്നെ ഇവിടെ എത്തിച്ച്, അദ്ദേഹത്തിന്റെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. അപ്പൊ അവളും, ഇല്ല എനിക്ക് ഓഫീസിൽ ആരോടും പ്രശ്നമൊന്നുമില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് അവള് സങ്കടത്തിൽ പോകുമ്പോ അവനും CIയോട് പറയുന്നുണ്ട്, മേഡം ഞാൻ കണ്ട സ്വാതി അങ്ങനെ ആയിരുന്നില്ല, അവളുടെ ഉള്ളിലെ എന്തോ വലിയ സങ്കടം ഉണ്ടായിരുന്നു. അപ്പൊ CI റബേക്ക ആണെങ്കിലേ, കമ്പനിയിൽ വരുന്ന എല്ലാവരും ഇതുപോലെ നിങ്ങൾ ഒബ്സർവ് ചെയ്യാറുണ്ടോ, വർക്ക് ചെയ്യാനൊക്കെ ഇപ്പൊ ടൈം കിട്ടുന്നുണ്ടോ? അത് മേഡം നമ്മുടെ ടീമിലല്ലേ, അതുകൊണ്ട് നോട്ട് ചെയ്തതാ. ആയിക്കോട്ടെ, ഒരു കാര്യം ചെയ്യ്, നിന്റെ നമ്പറും കൊടുത്തിട്ട് പോയിക്കോ. അതേ സമയത്ത് നമ്മുടെ CI ആണെങ്കിലേ പുറത്തു നിൽക്കുന്ന വാർഡനെയോ റൂംമേറ്റ്സിനെയോ ആരും വിളിച്ച് ഒന്നും ചോദിക്കുന്നില്ല. അപ്പോ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ഹൈദരാബാദിലേക്ക് വന്നോണ്ടിരുന്ന ചെറിയച്ഛന്മാർ വിളിച്ച് ചോദിക്കുന്നത്, ഏട്ടന്റെ അവസ്ഥ എന്താ? അപ്പൊ ഗണേശനും ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല, പിന്നെ മോളെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നാ ഇവര് പറയുന്നേ. അത് കേട്ടപ്പോ ആ കുടുംബത്തിനും ആ അമ്മയ്ക്കും സഹിക്കാൻ പറ്റുന്നില്ല, തന്റെ മകളുടെ ശരീരം മുറിവേൽക്കുന്നത് ഓർത്ത്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോ SI നേരിട്ട് CIയോട് ചോദിക്കുന്നുണ്ട്, അല്ല മേഡം എന്താ ഒന്നും ആരോടും ചോദിക്കാതെ, ഇവരിലെ ആരാണ് എന്തിനാണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ പെട്ടെന്നൊരു ചോദിച്ചാൽ പറ്റില്ല. കുറച്ചു നേരം ഒരു കാത്തു നിൽക്കുമ്പോൾ ഉള്ളിലുള്ള പേടി പതിയെ പുറത്തവരുടെ മുഖത്ത് നമുക്ക് ഫീലാവും. അപ്പോൾ
ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും അവരുടെ നാക്ക് സ്ലിപ്പാവും, സത്യങ്ങൾ വരും. എന്റെ ഇൻവെസ്റ്റിഗേഷന്റെ രീതി കുറച്ച് മാറ്റാണ്. ഒരു കാര്യം ചെയ്യ്, സെക്യൂരിറ്റിയോട് ഉള്ളിലേക്ക് വരാൻ പറ. അങ്ങനെ സെക്യൂരിറ്റിയോട്, അല്ല നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ, റെസ്റ്റ് എടുക്കുന്ന സമയത്തില് ഇപ്പോഴും എന്തിനാ ജോലി ചെയ്യുന്നത്? എനിക്ക് മക്കളില്ല, ഞാനും ഭാര്യയും മാത്രം. അവൾക്ക് BP വല്ലാതെ കൂടുതലാ, അവൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ടാ. ഓക്കെ. പിന്നെ ഹോസ്റ്റലിലെ പെൺകുട്ടികളൊക്കെ എങ്ങനെയാ? ലേറ്റ് ആയിട്ട് വരികയും ആരുടെങ്കിലും കൂടെ ഒക്കെ ചുറ്റുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാറുണ്ടോ? ചില പെൺകുട്ടികളൊക്കെ അങ്ങനെയുണ്ട് മാഡം. എന്നാൽ സ്വാതി അവൾ അങ്ങനെ ആയിരുന്നില്ല. രാവിലെ നേരത്തെ ജോലിക്ക് പോകും, ജോലി കഴിഞ്ഞുടൻ തന്നെ വേഗം ഹോസ്റ്റലിലേക്ക് തിരിച്ചെത്തും, ആരോടും ഒരു പ്രശ്നത്തിനോ പരിഭവത്തിനോ പോകാറില്ല. അതുപോലെ ഹോസ്റ്റലിലെ പല പെൺകുട്ടികളും ആരുടെങ്കിലൊക്കെ കൂടെ ജോലിക്ക് പോകും, അതുപോലെ അവർ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്യുക. എന്നാൽ സ്വാതി ആരുടെയും കൂടെ അങ്ങനെ പോയിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ സ്വാതി മരണപ്പെട്ട ദിവസം, അവസാന ദിവസം ജോലിക്ക് പോകുമ്പോൾ എങ്ങനെയായിരുന്നു? നല്ല സന്തോഷത്തിലാ മാഡം അന്ന് അവള് ജോലിക്ക് പോയ. എന്ത് നല്ല സന്തോഷത്തിലാന്നോ? നിങ്ങൾ ശരിക്കും കണ്ടായിരുന്നോ? അവളോട് സംസാരിച്ചായിരുന്നു? ആ മാഡം, ഞാനും ചോദിച്ചു എന്താ സ്വാതി ഇത്ര ഹാപ്പിയെന്ന്. അപ്പോ ഇന്ന് അവളുടെ സാലറി കിട്ടുന്ന ദിവസമെന്ന് പറഞ്ഞ്. എന്തായാലും നീ കഷ്ടപ്പെട്ട് അച്ഛൻ സമ്മതിച്ചില്ലെങ്കിലും അച്ഛനെ കൺവിൻസ് ചെയ്ത് ഇപ്പോ ആദ്യത്തെ സാലറി വാങ്ങല്ലേ. ഇനി സാലറി വാങ്ങിയിട്ട് എന്താ പരിപാടി? അത് സാലറി കൈ കിട്ടിയാൽ തന്നെ അത് മുഴുവൻ അച്ഛന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കണം. അതെന്തിന് മുഴുവൻ കൊടുക്കുന്നത്? നിനക്ക് ചെലവിന് കുറച്ച് മാറ്റിച്ചിട്ട് കൊടുത്താൽ പോരെ? അതല്ല, എന്റെ അച്ഛന്റെ കയ്യിലെ മോള് കഷ്ടപ്പെട്ട സാലറി കൊടുക്കുമ്പോ അച്ഛന്റെ സന്തോഷവും മുഖത്തെ ഭാവങ്ങളൊക്കെ എനിക്ക് ശരിക്കൊന്ന് കാണണം. നല്ല നല്ല ത്രില്ലായിരിക്കും അത്. അപ്പൊ സെക്യൂരിറ്റിയും മോളുടെ മുഖത്തുള്ള സന്തോഷം കാണുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു സീനെ ഊഹിക്കാൻ പറ്റുന്നുണ്ട്. അതെന്താണെന്നറിയോ? എന്റെ അച്ഛന്റെ കയ്യില് സാലറി കൊടുക്കുമ്പോൾ എന്നോടുള്ള വിശ്വാസം അച്ഛന് കൂടും. പിന്നെ നാട്ടിലെല്ലാവരോടും പറയും എന്റെ മോള് ഹൈദരാബാദിൽ പോയിട്ട് കഷ്ടപ്പെട്ട് സാലറി എന്റെ തന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷം. പിന്നെ വൈകുന്നേരം ഞാൻ കുറച്ച് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ മാമ നിങ്ങളും വരണം. പിന്നെ ക്വാർട്ടർ പോലെ ഒന്നും പ്രതീക്ഷിക്കരുതട്ടാ. അങ്ങനെ ജോലിക്ക് പോയ അവള് വൈകുന്നേരം തിരിച്ചു വന്നപ്പോ മുഖത്തൊക്കെ വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ മോളെ എന്ന് വിളിച്ചിട്ടും അവള് തിരിഞ്ഞു പോലും നോക്കിയില്ല, ഒരിക്കൽ പോലും റെസ്പോണ്ട് ചെയ്യാണ്ട് അവള് പോയിട്ടില്ല. അപ്പോൾ ഞാൻ വിളിപ്പിക്കാം. ആയിക്കോട്ടെ മാഡം, ഞാൻ പോകുന്നില്ല, ഞാൻ പുറത്തേനുണ്ട്, എപ്പോഴും വിളിപ്പിച്ചോന്ന് പറഞ്ഞ് സെക്യൂരിറ്റി പുറത്തേക്ക് വരികയാണ്. അപ്പോൾ SIയോട് നമ്മുടെ മാഡം ചോദിക്കുന്നുണ്ട്, അല്ല രാവിലെ ഹാപ്പി ആയിട്ട് പോയവള് വൈകുന്നേരം സങ്കടപ്പെട്ട് വന്നല്ലേ? ഓഫീസിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് എത്താന് എത്ര സമയം വേണ്ടിവരും? അപ്പോൾ SIയും മാക്സിമം ഒരു 20 മിനിറ്റ് മതിയാവും. എന്നാലേ ടൈം നോക്കുമ്പോൾ അവള് 40 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നേ, അതായത് 20 മിനിറ്റ് ലേറ്റ്. ആ 20 മിനിറ്റ് അവൾക്ക് എന്താ പറ്റിയേ? വരുന്ന പകുതി വഴിക്ക് അവൾ എവിടെയോ സ്റ്റോപ്പായേ? അതെന്തിനാ? ഇവിടെയാണ് അടുത്ത എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത സീനില് നമ്മുടെ ഹീറോനായ സ്വാതിയുടെ റൂമിൽ നിന്ന് കോൺസ്റ്റബിള് എല്ലാ സാധനങ്ങളും, അവളുടെ ലാപ്ടോപ്പും ഫോണും എല്ലാ ഗാഡ്ജറ്റ്സും കൊണ്ടുപോകുമ്പോൾ ആ കൂട്ടത്തില് കുറച്ച് ഉള്ളിലായിട്ട് കാണാത്ത രീതിയിലൊരു ഡയറി ഉണ്ടായിരുന്നു. അത് എടുക്കാൻ മിസ്സായി പോയിട്ടുണ്ട്. അതേ സമയത്ത് സ്റ്റേഷനില് നമ്മുടെ വാർഡൻ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടും ഇൻട്രോഗേഷന് വിളിക്കാതെ കാണുമ്പോൾ കലിപ്പായിട്ട് എത്ര നേരായത്. അപ്പോൾ ഇൻസ്പെക്ടർ ആണെങ്കിൽ അവരോട് വരാൻ പറ. അപ്പോൾ ഉള്ളില് വന്നോണ്ട് തന്നെ, മാഡം ഇത്ര സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല, സ്വാതിയുടെ മരണത്തിന് പിന്നിലെ വേറെ ആരുമല്ല, അവളുടെ റൂമിൽ താമസിച്ചിരുന്ന ഈ 3 എണ്ണല്ലേ ഇവര് തന്നെയാണ്. ആരെയും ആ റൂമിൽ സ്റ്റേ ചെയ്യാനേ ഇവര് വിട്ടിട്ടില്ല. അപ്പോൾ ശരിക്കും അവരൊന്ന് ചോദ്യം ചെയ്താലേ കാര്യം മനസ്സിലാവും. അപ്പോൾ ആണെങ്കിൽ എനിക്ക് 2 ആൾക്കാർ ഇഷ്ടമല്ല. ഒന്ന് എന്നെ എങ്ങനെ ജോലി ചെയ്യണം അന്വേഷിക്കണമെന്ന് പഠിപ്പിക്കുന്ന ആളെ, രണ്ടാമത് ആരാണോ അവരുടെ സ്വന്തം കാര്യം ചെയ്യാതെ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ തലയിടാൻ വരുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഇങ്ങോട്ട് ഉത്തരം പറഞ്ഞാൽ മതി. സ്വാതിയുമായിട്ട് ഇവർക്ക് എന്തായിരുന്നു പ്രശ്നം? മാഡം സ്വാതിയായിട്ട് മാത്രമല്ല, ഹോസ്റ്റലിൽ എല്ലാവരുമായിട്ട് അവർക്ക് പ്രശ്നം തന്നെയാ. പിന്നെ കഴിഞ്ഞൊരു മാസമായില്ലേ സ്വാതി നിങ്ങളുടെ ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യാൻ തുടങ്ങിയിട്ട്? അവൾ എങ്ങനെയായിരുന്നു? അവള് എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടായിരുന്നു. പിന്നെ മാഡം ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമുണ്ട്, സ്വാതി മരണപ്പെട്ടറിഞ്ഞപ്പോ ഹോസ്റ്റലിലെ എല്ലാവരുടെയും മുഖത്ത് സങ്കടം വരികയും കണ്ണില് കണ്ണുനീരും വന്നിരുന്നു. എന്നാൽ ഈ 3 ഉണ്ടല്ലോ അവർക്ക് മാത്രം ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഇല്ലേ, അവരെ 3 പേരെയും വിളിച്ചിട്ട് അവരെ ചോദ്യം ചെയ്ത് കരുതുമ്പോൾ അവരുടെ ഫോൺ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഹോസ്റ്റലിലേക്ക് പോയിക്കൊന്ന് പറയാണ്. അത് കേട്ടപ്പോൾ വാർഡനാണെങ്കിൽ, അല്ല മേഡം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ഒന്ന് ചോദ്യം പോലും ചെയ്യാതെ? അവര് ആരാന്ന് എനിക്കറിയാം, സ്വാതിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. സ്വാതിയുടെ മരണത്തില് അവർക്ക് ഒരു കയ്യുമില്ല. അത് കേട്ടപ്പോ വാർഡന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ സ്വാതിയുടെ അടുത്ത് കംപ്ലൈന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നതിന് മുൻപ് ഒരു ദിവസം ഈ 3 പെൺകുട്ടികളില് ഒരു പെൺകുട്ടി മുകളിലെ ടെറസില് പെട്ടെന്ന് അപസ്മാരം പോലെ തലകറങ്ങി വീണു പോവാണ്. അവളെ പിടയ്ക്കുന്ന കണ്ടിട്ടും ആരും അവളുടെ അരികിലേക്ക് വരാതിരുന്നപ്പോ സ്വാതിയാണ് രമ്യെന്ന് വിളിച്ച് ഓടി വന്നിട്ട് കുറച്ച് ദൂരെ നിന്ന് ഒരു കമ്പി എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്ത് അവളെ ഒന്ന് കാമാക്കിയത്. ഹോസ്റ്റലിലെ എല്ലാ ആളുകളും അവരെ എപ്പോഴും അകറ്റി നിർത്തുമ്പോ സ്വാതി ചേർത്ത് പിടിച്ചില്ലേ. അപ്പോ അവരെല്ലാരും ചേർന്ന് ഒന്നിച്ച് സെൽഫിയൊക്കെ എടുത്ത് അന്ന് മുതല് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയതാണ്. അപ്പോഴാണ് ഈ കാര്യം പോലും വാർഡൻ അറിയുന്നത്. അങ്ങനെ ആ പെൺകുട്ടികളില് ഒരാളോട് സ്വാതി 5:30 റൂമിലെത്തിയത്. അതിനു മുൻപ് നീ എത്തിയിരുന്നോ? നീ അവളോട് സംസാരിച്ചിരുന്നോ? മാഡം ഞാൻ കുറച്ച് നേരത്തെ എത്തി, അച്ഛനോട് കുറച്ചു നേരം ഫോണിൽ സംസാരിച്ചിട്ട് കുളിക്കാൻ കയറി. അപ്പോ പുറത്തുനിന്ന് ശബ്ദം കേട്ട് ആരാന്ന് ചോദിച്ചപ്പോ കുറച്ചേരത്തേക്ക് ഒരു റിപ്ലൈ ഉണ്ടായില്ല. പിന്നെയാണ് അവള് പറഞ്ഞ് ഞാൻ സ്വാതിയാണ്. എന്നാല് സ്വാതിയുടെ ശബ്ദം കേട്ടപ്പോ എന്തോ ടെൻഷനുള്ള പോലെ. ഞാൻ കരുതി ചിലപ്പോ കമ്പനിയിലെ വർക്ക് പ്രഷറിന്റെ ആയിരിക്കുന്നു. അതിനുശേഷമാണ് അവര് 2 പേരും റൂമിലേക്ക് എത്തിയത്. അവരെത്തിയപ്പോ അവിടെ സ്വാതി ഉണ്ടായിരുന്നില്ല. പിന്നെ കുറെ നേരം കഴിഞ്ഞിട്ട്
ഞങ്ങൾക്ക് പാർട്ടിക്ക് പോകണ്ടായിരുന്നു. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടും അവളെ കണ്ടില്ല. അപ്പോൾ അവളുടെ ഫോണിലേക്ക് അവളുടെ അച്ഛൻ വിളിച്ചപ്പോൾ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞു അവളൊന്ന് പുറത്തു പോയതാണ്. എന്നാൽ രാത്രി ഡിന്നറിന് സമയമായിട്ടും അവള് തിരിച്ചു വരാതായപ്പോ വീണ്ടും അച്ഛൻ വിളിച്ചോണ്ടിരുന്നപ്പോ എന്താ പറയണ്ടെന്നറിയാതെ അവളുടെ ഫോൺ ഓഫ് ചെയ്തിട്ട് അവൾക്ക് ഇനി വല്ലതും പറ്റിയോന്ന് ഉള്ളില് പേടി തോന്നിയതുകൊണ്ട് നേരെ വാർഡനോട് പോയിട്ട് കാര്യം പറഞ്ഞതാ. അങ്ങനെ അവരെ ഹോസ്റ്റലിലേക്ക് പറഞ്ഞയച്ചിട്ട് ആ ഹോസ്റ്റലിലെ പല ഭാഗത്തുള്ള CCTV വിഷ്വൽ നോക്കുമ്പോൾ കുറച്ച് പെൺകുട്ടികൾ പോകുമ്പോൾ ആ കൂട്ടത്തില് സ്വാതി ധരിച്ച അതേപോലത്തെ ചുരിദാറിട്ട ഒരു പെൺകുട്ടി ഹോസ്റ്റലിലെ ടെറസിലേക്ക് പോകുന്ന പോലെ കാണുന്നുണ്ട്. കാല് മാത്രമേ കാണുന്നുള്ളൂ. അതേസമയത്ത് നമ്മുടെ സ്വാതിയുടെ ഫാമിലി നേരെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ സ്വാതിയുടെ അച്ഛനെ കണ്ട ശേഷം നേരെ മോർച്ചറിയിലേക്ക് പോവാണ്. അപ്പോൾ സ്വാതിയെ ആ ഒരു അവസ്ഥയിൽ കണ്ടിട്ട് അമ്മയ്ക്കും കുടുംബക്കാർക്കും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നമ്മുടെ CI ചോദിക്കുന്നത് സ്വാതിയുടെ കോൾ ഹിസ്റ്ററി എടുക്കാൻ പറഞ്ഞിട്ട് എന്തായി? മേഡം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു അസിസ്റ്റന്റ് മേഡം സ്വാതി അധിക നമ്പറിലേക്കൊന്നും വിളിച്ചിട്ടില്ല, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട്. അത് ആനന്ദ് എന്ന ഒരാളുടേതാണ്. നോക്കുമ്പോൾ അവളുടെ അച്ഛനോടും അമ്മയോടും പോലും അത്രക്കും നേരം അവൾ സംസാരിച്ചിട്ടില്ല. അവളുടെ ഫ്രണ്ട്സ് ആയിരുന്ന ആ 3 കൂട്ടുകാരികളോട് ചോദിച്ചപ്പോൾ അവർക്കും ആനന്ദിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ലെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, അവന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് വരാൻ പറ. അങ്ങനെ അസിസ്റ്റൻസ് നേരെ അവന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് അവിടെ പോയി നോക്കുമ്പോൾ അവനെ അവിടെ കാണുന്നില്ല. അപ്പൊ ഇസ്തിരിയുടെ ഒരാളോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സാറേ 2 ദിവസമായി ആനന്ദിനെ കണ്ടിട്ട്. ഫ്രണ്ട്സൊക്കെ സാധാരണ വരാറുള്ളതാ, 2 ദിവസമായിട്ട് ഫ്രണ്ട്സിനെ കാണാറില്ല. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാലേ ഒന്ന് എന്നെ ഇൻഫോം ചെയ്യുന്നു പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഇൻസ്പെക്ടർ വിളിച്ചിട്ട് മേഡം ആനന്ദ് വീട്ടിലില്ല, 2 ദിവസമായിട്ട് കാണുന്നില്ലെന്ന് പറയുന്നത്. ഓഹോ, ഡീറ്റെയിൽസ് എല്ലാം കണ്ടിട്ട് അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നോ എന്ന് സംശയമുണ്ട്. ഒരു കാര്യം ചെയ്യ്, ആനന്ദിന്റെ ഓൺലൈനും ഓഫ്ലൈൻ ആയിട്ടുള്ള എല്ലാ ഫ്രണ്ട്സിന്റെ ഡീറ്റെയിൽസ് എടുക്കുക. അതിൽ ആരെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ പഞ്ഞിക്കിട്ട് സ്റ്റേഷനിലേക്ക് എടുത്തിട്ടു. അപ്പോൾ CI നേരെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അവളുടെ അച്ഛൻ എങ്ങനെയുണ്ട്? BP ഇപ്പം നോർമലായി കൊണ്ടിരിക്കുക, ഒരാഴ്ചക്കുള്ളിൽ ബോധം തിരിച്ചു കിട്ടുന്ന തോന്നുന്നത്. അപ്പോഴാണ് അസിസ്റ്റന്റ് മേഡം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നെന്ന് പറയുന്നത്. അങ്ങനെ നേരെ ഡോക്ടറെ മീറ്റ് ചെയ്യുമ്പോൾ എന്താ ഡോക്ടർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങൾ റിപ്പോർട്ട് ഒന്ന് ശരിക്കും നോക്ക്. അപ്പോൾ CI ആ റിപ്പോർട്ട് ശരിക്കും നോക്കുമ്പോൾ എന്തോ വല്ലാതെ ഷോക്കായി പോവാണ്. ഇതിന് സാധ്യതയില്ല ഡോക്ടറെ, ഇതിൽ പറയുന്നതൊക്കെ സത്യമാണോ? എനിക്ക് കറക്റ്റ് എങ്ങനെ പറയാൻ പറ്റുക? അതിൽ എഴുതിയത് ഞാൻ കണ്ടെത്തിയ സത്യങ്ങളാ. എന്നാൽ എന്റെ ഇൻവെസ്റ്റിഗേഷൻ ഇതല്ല പറയുന്നത്. എവിടെയോ എന്തോ ഒരു തകരാറുണ്ട് ഡോക്ടറെ. ഈ ഒരു റിപ്പോർട്ട് വേറെ ആരുടെങ്കിലും കയ്യിലെത്തിയോ? ഇതുവരെ ഇല്ല. അധികം വൈകിപ്പിക്കാതെ എനിക്ക് സബ്മിറ്റ് ചെയ്യണം ഡോക്ടറെ. ചെയ്യരുത്, ഒരു 2 മണിക്കൂർ എനിക്ക് തരണം. അതെന്തിനാ? പ്രൊസീജിയർ കഴിഞ്ഞാലേ ഫാമിലിക്ക് അവളുടെ ബോഡി കൊണ്ടുപോകാലോ. നിങ്ങൾക്ക് അതനുസരിച്ച് കേസ് മുന്നോട്ട് കൊണ്ടുപോകും ചെയ്യാം ഡോക്ടറെ. നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടാ കേസ് വെറുതെ ക്ലോസ് ചെയ്താൽ പോരാ. സ്വാതിക്ക് അവൾക്ക് നീതി കിട്ടണ്ടേ? അപ്പോൾ ഡോക്ടറും ആയിക്കോട്ടെ, നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കേ, പക്ഷേ എനിക്ക് ഉറപ്പാണ് ആ റിപ്പോർട്ട് എന്താണോ അതിലേക്ക് തന്നെയാ നിങ്ങൾ എത്തുക. അതേസമയത്ത് ആനന്ദില്ലേ, അവനും ഫ്രണ്ട്സ് ഇവിടെയുള്ളെന്ന് പോലീസ് ടീമിന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ചുറ്റി വളഞ്ഞ് അടിച്ചു പിഴിഞ്ഞ് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാണ്. അങ്ങനെ അവനെ പഞ്ഞു കിടുമ്പോ അങ്ങോട്ട് CI വരികയാണ്. അപ്പോൾ പേടിച്ചു വരച്ചവൻ മേഡം അറിയാതെ പറ്റിപ്പോയതാ. എന്ത് പറ്റിപ്പോയിന്നോ? ആ കുടുംബത്തോട് ഇനി നീ സമാധാനം പറയോ? മേഡം ആദ്യത്തെ പ്രാവശ്യം എന്റെ കൺട്രോളിലായിരുന്നു, പിന്നെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോയതാ. അപ്പോൾ മര്യാദക്ക് പറടാ, നീയും സ്വാതിയും തമ്മിലെ എന്താ ബന്ധം? അവളെ എന്തിനാ നീ ഇല്ലാതാക്കിയേ? അപ്പോൾ അവനാണെങ്കിലേ മേഡം സ്വാതിയോ അവളാരാ? അത് കേട്ടപ്പോ നമ്മുടെ CIയും പോലീസ് ടീമും എല്ലാരും തരിച്ചു പോവാണ്. അടുത്ത സീനില് ഏതോ ഒരു വീട്ടില് ആ ഒരു സ്വാതിയുടെ മരണത്തിന്റെ ന്യൂസ് ഒരു ലേഡി കേൾക്കാണ്. അപ്പോൾ ആ ലേഡിയുടെ ഹസ്ബൻഡ് ഉള്ളിലെ റൂമിൽ ഉറങ്ങാൻ കിടക്കുമ്പോ രാത്രി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കിടക്കാൻ നോക്കുമ്പോ എന്തിനാ ഇത്ര സൗണ്ട് വെക്കുന്നത്? സൗണ്ട് ഉറക്ക്. അതേസമയത്ത് ആനന്ദിനെ പഞ്ഞു കിട്ടട്ടെ, മര്യാദക്ക് സത്യം പറടാ, നീയും സ്വാതിയായിട്ട് ഒരു ബന്ധുവില്ലെന്നാ. പിന്നെ നിന്റെ നമ്പറിലേക്ക് അവളുടെ നമ്പറിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്പർ കൊടുക്കുമ്പോ മേഡം അതിന് ഇതെന്റെ നമ്പറല്ല, ഇതെന്റെ ചേച്ചി പത്മയ്ക്ക് ഞാൻ എടുത്തു കൊടുത്ത നമ്പറാ. എന്റെ പേരിലാ സിം എടുത്ത്. ചിലപ്പോ പത്മയുടെ ഫ്രണ്ട് ആയിരിക്കും. അവളെ വിളിച്ച് ചോദിക്കേ. അപ്പോൾ പത്മയോട് ഈ നമ്പർ നിന്റെതാണോ? അതെ മേഡം, 2 ദിവസമായി സ്വാതിനെ വിളിച്ചിട്ട് അവൾക്ക് എന്താ പറ്റിയേ? അതൊക്കെ പറയാം. നീയും അവളും തമ്മിൽ എങ്ങനെയാ? അത് മേഡം ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാ, ഒന്നിച്ച കോളേജിൽ പഠിച്ചേ. ഞങ്ങൾക്ക് 2 പേർക്കും ഒന്നിച്ചു തന്നെയാ ഹൈദരാബാദിൽ ജോലി കിട്ടിയ. അങ്ങനെ ഒരുമിച്ചൊരു ഫ്ലാറ്റ് എടുക്കാന്ന് കരുതിയപ്പോഴാണ് അവളുടെ അച്ഛൻ ഇതിന് സമ്മതിക്കില്ല, ഹോസ്റ്റലിൽ കുറച്ചാൾ നിന്നിട്ട് പതിയെ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കാന്നൊക്കെ അവളിനോട് പറഞ്ഞേ. അല്ല അവള് നിന്നെ എന്നും വിളിക്കാറുണ്ടോ? ആ മേഡം എന്നും വിളിക്കും, ദിവസവും നമ്മള് കുറെ നേരം വർത്താനം പറയാറുണ്ട്. പിന്നെ മേഡം 2 ദിവസം മുമ്പ് ഞാൻ ഓഫീസിൽ നിന്ന് ഒരു ട്രിപ്പ് പോയിരുന്നു. അതിനിടയിലെ എന്റെ ഫോൺ എവിടെ മിസ്സാവും ചെയ്തിട്ടുണ്ട്. മേഡം സ്വാതിക്ക് എന്താ പറ്റിയെന്ന് പറ. അതിപ്പോ നീ അറിഞ്ഞിട്ട് വെറുതെ ടെൻഷൻ അടിക്കണ്ട, നീ തിരിച്ചു പോയിക്കോ. അപ്പോ എന്റെ ഏട്ടനെയും കുറച്ച് കഴിയുമ്പോ പറഞ്ഞു വിട്ടോളാം. എന്നാൽ അവൾ പോയി കഴിഞ്ഞ ശേഷവും നമ്മുടെ CIക്ക് സ്വാതിയുടെ മരണത്തിന്റെ കാരണം എന്താണ്, ആരായിരിക്കും ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എങ്ങനെ അന്വേഷിച്ച് വരുമ്പോഴും അവസാനം 0-ൽ തന്നെ വന്നെത്താണ്. അപ്പോഴാണ് നമ്മുടെ സ്വാതിയുടെ അച്ഛനില്ലേ അങ്ങേരെ കണ്ണ് തുറക്കുന്നത്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് നിങ്ങളിപ്പോ എവിടെയുള്ള ഓർമ്മയുണ്ടോ? അപ്പോൾ അല്ല ഞാനെന്താ ഇവിടെ, ഞാൻ മോളെ തേടി വന്നതല്ലേ. ഹോസ്റ്റലിൽ എത്തിയപ്പോ അവള് മുകളിലുണ്ടെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. മുകളിൽ പോയി നോക്കിയപ്പോ അവള് ടാങ്കിന്റെ സൈഡിലിരുന്ന് ഉറങ്ങായിരുന്നല്ലോ. രാത്രി വീട്ടിൽ നിന്ന് അർജന്റായിട്ട് ഇറങ്ങിയതുകൊണ്ട് കഴിക്കേണ്ട BP ടാബ്ലറ്റ് കഴിച്ചില്ല. അപ്പൊ പെട്ടെന്ന് BP ഷൂട്ടായിട്ട് ഞാൻ വീണു പോയതല്ലേ. അപ്പോഴാണ് ഡോക്ടർക്ക് മനസ്സിലാവുന്നത് തന്റെ മകൾക്ക് സംഭവിച്ചത് ഇപ്പോഴും അച്ഛൻ അറിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല BP ടാബ്ലറ്റ് എടുക്കാൻ ലേറ്റ് ആയതുകൊണ്ട് ചെറിയൊരു അറ്റാക്ക് പോലും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഫാമിലിയുള്ളവര്
അവരോട് സംസാരിക്കാൻ വരുമ്പോ ഡോക്ടർ ഒരു കാര്യം പറയാനുണ്ട്. അദ്ദേഹത്തിന് അവരുടെ മകള് മരണപ്പെട്ടത് പോലും അറിഞ്ഞിട്ടില്ല. അല്ല, നേരിട്ട് അവളെ കണ്ടതല്ലേ, അവള് ഉറങ്ങായിരുന്നു എന്നാ അദ്ദേഹം കരുതിയിട്ടില്ലേ. അതുകൊണ്ട് ആരും പോയിട്ട് അദ്ദേഹത്തോട് ആ കാര്യം പറയരുത്. ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നില്ലേ, എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ. അപ്പോ അവര് പതിയെ സ്വാതിയുടെ അച്ഛനെ കാണാൻ വന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതാ. ഇന്നലെ BP-യുടെ മരുന്ന് കഴിച്ചില്ലല്ലോ, കടയൊക്കെ പൂട്ടിട്ട് വരേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അല്ല, എന്റെ മോളിവിടെ, അവൾക്കൊരു അർജന്റ് മീറ്റിംഗ് കമ്പനിയിലുണ്ട്, ഇന്നലെ വർക്കിന്റെ പ്രഷറിലായിരുന്നു, അതുകൊണ്ട് ഫോൺ കൊടുക്കാതിരുന്നേ. ഓ അങ്ങനെയാണോ, എന്നാ കുഴപ്പമില്ല, എനിക്കൊന്നുമില്ല, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടെങ്കിലേ പോയിട്ട് ഭക്ഷണം കഴിച്ചോ. അപ്പൊ പുറത്തെത്തിയുടൻ തന്നെ നമ്മുടെ ഡ്രൈവറില്ലേ CA വിളിച്ചിട്ട് മേഡം പ്രസാദേട്ടൻ കണ്ണു തുറന്നിട്ടുണ്ട്. സമാധാനായി. അപ്പോ ഞാൻ നേരിട്ട് വരികയാണ്, അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കാം. മേഡം ഒരു കുഴപ്പമുണ്ട്, അദ്ദേഹം തന്റെ മകളെ കണ്ടപ്പോ മകള് ഉറങ്ങായിരുന്നു എന്നാണ് കരുതി വെച്ചിട്ടുള്ളത്. എന്ത്? അല്ല ഇനിയിപ്പോ എന്താ ചെയ്യാ? തൽക്കാലം ഒരു കാര്യം ചെയ്യ്, ഫോണ് അദ്ദേഹത്തിന് കൊടുക്ക്, ഞാൻ നൈസായിട്ട് മനസ്സിലാവാത്ത രീതിയിൽ ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. അങ്ങനെ അച്ഛന് ഫോൺ കൊടുത്തിട്ട് നിങ്ങൾക്കിപ്പോ ഓക്കെ അല്ലേ? മേഡം എല്ലാം ഓക്കെയാ, എന്റെ മോളിപ്പോ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുക, അവളോടൊന്ന് സംസാരിച്ചാൽ സമാധാനാവും. അപ്പൊ CAക്ക് എന്താ പറയണെന്ന് അറിയുന്നില്ല. പിന്നെ ഞാൻ വിളിച്ചത് ഒരു കാര്യം ചോദിക്കാനാ. സ്വാതിയുടെ ഹോസ്റ്റലിൽ നമ്മൾ അവളെ കാണാതെ വന്നില്ലേ, അപ്പോ അവൾ എവിടെയാന്ന് നമ്മൾ മൊത്തം തെരഞ്ഞിട്ടും മനസ്സിലായില്ല. എന്നാലും നിങ്ങൾ ഹോസ്റ്റലിൽ വന്നപ്പോ നേരെ മുകളിൽ അവളുള്ള സ്ഥലത്തേക്ക് എങ്ങനെ പോയേ? അത് അവള് ചെറിയ കുട്ടിയായിരിക്കുമ്പോ ആരോടെങ്കിലും വാശി പിടിച്ചാല് കരഞ്ഞിട്ട് എന്റെ വീട്ടിലെ ടെറസിന്റെ മുകളിലെ വാട്ടർ ടാങ്കിന്റെ സൈഡിൽ പോയിരുന്നിട്ടാണ് ആ സങ്കടം കരഞ്ഞു തീർക്കാറ്. അപ്പോ വലുതായപ്പോഴും അവൾ അവിടെ എവിടെയും കാണുന്നില്ല നിങ്ങൾ പറഞ്ഞില്ലേ, അപ്പോ അതേപോലെ മുകളിലെ ടാങ്കിന്റെ അരികിൽ ഉണ്ടാവുമെന്ന് കരുതിയതാ. അപ്പോഴാണ് നമ്മുടെ ഹീറോ ചിന്തിക്കുന്നത്, അല്ല എന്റെ മോക്ക് അങ്ങനെ സങ്കടം വന്നതെന്തിനാ ടാങ്കിന്റെ അരികിൽ പോയിരിക്കാന്? അപ്പോഴാണ് നമ്മുടെ സെക്യൂരിറ്റി ഇല്ലേ അങ്ങനെ നടന്നു വരുമ്പോ എന്തോ കണ്ട് പേടിച്ചിട്ട് അവിടെ നോടുന്നത്. അങ്ങനെ നേരെ CAയോട് മേഡം ഇപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തെ, അന്ന് സ്വാതി ഹോസ്റ്റലെത്തിയില്ലേ, അപ്പോ അവൾ ഒറ്റക്കല്ല വന്നേ, അവളെ ഒരു ട്രാഫിക് പോലീസ് ഓഫീസറാ അവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തേ. എന്ത്? അല്ല അന്ന് നിങ്ങളോട് ചോദിച്ചപ്പോ അവൾ ഒറ്റക്കാ വന്നെന്നുള്ള പറഞ്ഞേ. അത് മേഡം പ്രായം തുടങ്ങിയില്ലേ, ഞാൻ മറന്നുപോയതാ. അപ്പോ നമ്മുടെ CA ഉടനെ തന്നെ അത് ഏത് ട്രാഫിക് പോലീസ് ആയിരുന്നു, അയാൾ എവിടുന്ന് വന്നത് ഉടനെ തന്നെ കണ്ടുപിടിക്കാൻ നോക്കുക. അപ്പോഴാണ് ഒരു ട്രാഫിക് പോലീസ് ജോലിക്ക് പോകാനിറങ്ങുമ്പോ ന്യൂസില് സ്വാതിയുടെ വീഡിയോ കാണുന്നത്. അപ്പൊ അയാൾ ഷോക്കായി പോകുമ്പോ ഭാര്യ ചോദിക്കുന്നുണ്ട്, ആ പെൺകുട്ടി നിങ്ങൾക്കറിയോ? അയാള് മറുത്തൊന്നും പറയുന്നില്ല. അതേ സമയത്ത് പോലീസ് ടീമിലെ ട്രാഫിക് സിഗ്നലിലെ CCTV വിഷ്വൽ ചെക്ക് ചെയ്യുമ്പോ സ്വാതിയോട് ആ ട്രാഫിക് പോലീസ് ഓഫീസർ സംസാരിക്കുന്നത് കാണാണ്. അങ്ങനെ അയാളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അയാളുടെ വീട്ടിലെത്തി നേരെ സ്റ്റേഷനിലേക്ക് അയാളെ കൂട്ടിക്കൊണ്ടുവരികയാണ്. അതേ സമയത്ത് സ്വാതിയുടെ അച്ഛനെ കാണാനേ കൂട്ടുകാരി പത്മ വരുമ്പോ, അല്ല മോളെ എന്തൊക്കെയുണ്ട്, നീയും ഇവിടെ ജോലി ചെയ്യുന്നല്ലേ? അപ്പൊ അവള്, അങ്കളെ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാനും കരുതിയില്ല, അത് സ്വാതിയെ കാണാതായപ്പോ ഞാൻ പേടിച്ചു പോയില്ലേ, ഗുളിക കുടിച്ചിട്ടില്ല, അങ്ങനെ ഞാൻ തളർന്നു വീണതാ. ഈ ഡോക്ടർ ആണെങ്കിൽ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുക. അല്ല നീ സ്വാതിയെ കണ്ടിരുന്നോ? അവളെ കാണാനുള്ള ധൈര്യം എനിക്കില്ലങ്ങളെ, അതിന് സ്വാതി ഓഫീസിൽ പോയിരിക്കല്ലേ? അല്ല അവൾ ഇവിടെ തന്നെ ഉണ്ടെങ്കിലേ. അപ്പോഴാണ് ഡ്രൈവർ രമേശ് അങ്ങോട്ട് വരുന്നത്. അത് കേട്ടപ്പോ, മോളെ നീ എന്താ പറയുന്നേ, നീ ഒന്ന് പുറത്തു പോ. അപ്പൊ സ്വാതിയുടെ അച്ഛൻ, നിക്ക്, എവിടെ എന്റെ മോളുള്ളേ? അങ്ങളെ അവള് മോർച്ചറിയിലാണല്ലേ. അത് കേട്ടപ്പോ ആ അച്ഛന് സഹിക്കാൻ പറ്റിയില്ല, കയ്യിലെ എല്ലാ ട്യൂബും വലിച്ചെറിഞ്ഞിട്ട് നേരെ തന്റെ മകളെ കാണാനേ മോർച്ചറിയിലേക്ക് പോകുമ്പോ അവിടെ വെച്ച് ആ അച്ഛനെ ആ കാഴ്ച കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതേ സമയത്ത് നമ്മുടെ CI ഹയർ ഓഫീസർ ACPക്ക് സ്വാതിയുടെ കേസ് ക്ലോസ് ചെയ്ത ഫയൽ കൊണ്ടുവന്ന് കൊടുക്കാണ്. അപ്പൊ ആ ഒരു ഫയൽ ചെക്ക് ചെയ്തിട്ട് ACP അങ്ങേരും ഷോക്കായി പോകുന്നുണ്ട്. റെബേക്ക, ഈ ഫയലിൽ എന്താണല്ലേ, ഇതെങ്ങനെയാ പോസിബിൾ ആവുക? നാച്ചുറലി അങ്ങനെ സംഭവിക്കില്ലെങ്കിലും സ്വാതിയുടെ കേസിൽ അതാണ് സത്യം. ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയപ്പോഴും എനിക്ക് നല്ല സംശയങ്ങളുണ്ടായിരുന്നു. എന്നാല് ഇപ്പൊ ഉറപ്പാണ്, അവള് എന്തോ സങ്കടം ഉള്ളിൽ വെച്ച് ആ ഒരു വാട്ടർ ടാങ്കിന്റെ അരികിൽ പോയി കരഞ്ഞോണ്ടിരുന്നപ്പോ അതിനിടയിലാണ് അവൾക്ക് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചത്. അല്ല ഡോക്ടർ എന്താ പറഞ്ഞ? ചില റെയർ കേസുകളിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട് പോലും. അന്ന് സ്വാതി വൈകുന്നേരം 6 മണി മുതൽ അർദ്ധരാത്രി 4 മണി വരെ നിർത്താതെ കരഞ്ഞോണ്ടേ ഇരിക്കായിരുന്നു. അത്രത്തോളം ഹോണ്ട് ചെയ്യുന്ന എന്തോ ഒരു സങ്കടം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. ആ സങ്കടം സഹിക്കാൻ പറ്റാതെയാണ് അവൾക്ക് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച് മരണപ്പെട്ടു പോയത്. എന്നാൽ അവള് ആരെങ്കിലും കാണുന്നിടത്തായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഉടനെ തന്നെ അവൾക്ക് മെഡിക്കൽ കെയർ കൊടുക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ ആ ഒരു ടാങ്കിന്റെ അരികിൽ പോയിരുന്നിട്ട് അവള് കരഞ്ഞതുകൊണ്ടാണ് ആരും അവളെ കാണാതിരുന്നതും അവളെ രക്ഷിക്കാനുള്ള ഒരു വഴി നമുക്ക് കിട്ടാതായി പോയതും. അപ്പോ ACP ചോദിക്കുന്നുണ്ട്, അല്ല ഇതിനു മാത്രം സ്വാതിക്ക് എന്തായിരുന്നു അത്രക്ക് വിഷമം? അത് സാറേ, ഇതിന്റെയൊക്കെ കാരണം അവളുടെ സ്വന്തം അച്ഛനായിരുന്നു. അത് കേട്ടപ്പോ ACPക്കും നമുക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അച്ഛനോ? അപ്പോഴാണ് തന്റെ മകളുടെ അരികിലേക്ക് അച്ഛൻ ഓടി വന്ന് അവളെ ആംബുലൻസിലേക്ക് കയറ്റാൻ നോക്കുമ്പോ കെട്ടിപ്പിടിച്ച് കരയാൻ വരുമ്പോ അയാളുടെ ഭാര്യ തന്നെ അയാളെ തള്ളിവിടാണ്. ഇതിനൊക്കെ കാരണം നിങ്ങളാ, എന്റെ മോളുടെ മരണത്തിന് കാരണം നിങ്ങളാ. അപ്പോ അങ്ങേർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അവസാനത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങില് ACP ചോദിക്കുന്നുണ്ട്, അല്ല അവളുടെ അച്ഛൻ അതിനു മാത്രം എന്താ ചെയ്തേ? അപ്പോഴാണ് CI ചില ഫ്ലാഷ് ബാക്ക് പറയുന്നത്. അവസാന ദിവസം അവള് ജോലിയും കഴിഞ്ഞ് റോഡ് ക്രോസ് ചെയ്യുമ്പോ വണ്ടി പോലും നോക്കാതെ വീഴാൻ പോയപ്പോഴാണ് നമ്മുടെ ട്രാഫിക് പോലീസില്ലേ അങ്ങേര് അവളെ താങ്ങി നിർത്തിയിട്ട്, മോളെ നീ ഇത് എങ്ങോട്ടാ നോക്കാണ്ട് പോന്നെ, വണ്ടി വല്ലതും തട്ടിയാലോ? അപ്പൊ അവള്, സാറേ എന്നെ ഒരുത്തൻ കുറെ ദിവസമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അവനെ കണ്ട് പേടിച്ചിട്ട്, ഫോളോ ചെയ്യുന്നുണ്ടെന്നോ? ആര്? അപ്പൊ അവള് അവനെ കാണിച്ചു കൊടുക്കുമ്പോ അവനിട്ട് 2 പൊടിച്ചിട്ട്, നിനക്കൊന്നും വേറെ പണിയില്ലേ സാറേ, ആ കുട്ടിയെ ഫോളോ ചെയ്യാന് അവളുടെ അച്ഛൻ പറഞ്ഞതാ, ആ ഒരു കുട്ടിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാ അങ്ങനെ ചെയ്യാൻ പറഞ്ഞേ. ഓ അവളുടെ അച്ഛൻ പറഞ്ഞതാ, എന്നാ നീ പോയിക്കോ.
നോക്കിക്കോ. അങ്ങനെ സ്വാതിയോട് മോളെ നിന്റെ അച്ഛൻ പറഞ്ഞിട്ടാ അവൻ നിന്നെ ഫോളോ ചെയ്തേ. അപ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. തന്റെ അച്ഛന് തന്നെ വിശ്വാസമില്ലേ, ഒരാളെ വിട്ട് തന്നെ ഫോളോ ചെയ്യാൻ മാത്രം. ആ ഒരു സങ്കടം ഉള്ളിൽ വെച്ചിട്ടാണ് അവള് വല്ലാതെ കരഞ്ഞ് മുകളിലെത്തിയപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോയത്. ഇതുവരെ കാണാത്ത ഒരു വ്യത്യസ്തമായ പുതിയ കേസായാലോ. എന്തായാലും മീഡിയയോട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയേക്ക്. അങ്ങനെ തന്റെ അച്ഛൻ ആ മകള് എവിടെയാ പോകുന്നേ, എപ്പോഴാ തിരിച്ചു വരുന്നേ, എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനേ ഒരാളെ ഫോളോ ചെയ്യാൻ അയച്ചിട്ടുണ്ടായിരുന്നു. ആ സത്യം ആ കുട്ടി മനസ്സിലാക്കിയപ്പോ ജീവന് തുല്യം സ്നേഹിച്ച തന്റെ അച്ഛൻ പോലും തന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ആ ഒരു സങ്കടം സഹിക്കാൻ പറ്റാതെയാണ് അവൾക്ക് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചത്. അങ്ങനെ കേസെല്ലാം ഏകദേശം ക്ലോസ് ചെയ്തില്ലേ, സമാധാനത്തില് CI അവിടുന്ന് പോവാൻ നോക്കുമ്പോ വണ്ടിയിൽ കയറുന്നതിന് മുൻപാണ് ഒരു കാര്യം ഓർക്കുന്നേ. അല്ല, ട്രാഫിക് പോലീസ് രാവിലെ അവള് ഓഫീസിലേക്ക് പോകുമ്പോഴാണ് ഒരുത്തിന് അവളെ ഫോളോ ചെയ്യുന്നത് കണ്ടത്. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി അവനെ പറഞ്ഞയച്ച് ഓഫീസിലെത്തിയപ്പോ അന്ന് സങ്കടം ഉണ്ടായിരുന്നു. തിരിച്ച് ഹോസ്റ്റലിലെത്തിയിട്ട് വൈകുന്നേരവും രാത്രിയും കുറെ സമയം അവൾക്കുണ്ടായിരുന്നല്ലോ. അത്രക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടമായിരുന്നെങ്കിലേ ചിലപ്പോ അവള് സ്വയം ജീവൻ ഒടുക്കിയിരുന്നേനെ. എവിടെയോ എനിക്ക് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ? അങ്ങനെ ഇൻസ്പെക്ടറോട് നമുക്ക് എവിടെയോ തെറ്റ് പറ്റുമെന്ന് സംശയമുണ്ട്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മുടെ സ്വാതിയുടെ മരണ ചടങ്ങുകൾ അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്കല്ലേ പോലീസ് ടീം വരികയാണ്. അപ്പോൾ അവളുടെ അച്ഛൻ അല്ല മേഡം, അല്ല എന്താ ഇത്ര ദൂരം ട്രാവൽ ചെയ്ത് വരാൻ? അത് നിങ്ങൾക്ക് അറിയില്ലേ, ഞാൻ എന്റെ ഇൻവെസ്റ്റിഗേഷൻ വളരെ സത്യസന്ധമായിട്ടാ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കേസ് തെളിയിച്ചുവെന്ന് മീഡിയോട് പറഞ്ഞാലും എന്റെ മനസ്സിന് തൃപ്തിയാവുന്നില്ല. ഞാനിവിടെ ഇപ്പോൾ ഒരു പോലീസുകാരിയായിട്ടല്ല വന്നിട്ടുള്ളത്. അപ്പോൾ ഹീറോയും നിങ്ങൾ 2 ആഴ്ചയായില്ലേ കേസ് ക്ലോസ് ചെയ്തിട്ട്, എന്നാൽ കഴിഞ്ഞ 10 ദിവസമായിട്ട് ഞാൻ ഈ കേസിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വീണ്ടും കേസ് ഓപ്പൺ ചെയ്തു. ഞാൻ നേരെ ഹോസ്റ്റലിലേക്ക് പോയിട്ട് സെക്യൂരിറ്റിയോട് എന്റെ മോളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അന്ന് സ്വാതി ജോലിക്ക് വരുമ്പോൾ നല്ല സന്തോഷത്തിലായിരുന്നു. മാസാവസാനമാണ്, സാലറി കിട്ടുന്ന ദിവസമാണ്, അച്ഛന് സാലറി കൊടുക്കണം, അച്ഛന്റെ മുഖത്തെ സന്തോഷം കാണണമെന്നൊക്കെ അവള് പറഞ്ഞിട്ടേ പോയെ. എന്നാൽ വൈകുന്നേരം തിരിച്ചു വന്നപ്പോൾ അവളുടെ മുഖത്ത് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ചു ജോലി നിന്നില്ല. എന്നാലും അവൾക്ക് ഈ ഗതി വരുന്ന ഞാൻ കരുതിയില്ല. എന്നാലും എന്തിനാ നിങ്ങള് മകളെ ഫോളോ ചെയ്ത് ഒരാളയച്ചേ? അതുകൊണ്ടല്ലേ അവൾക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ അവസാനം മോളെ ഡ്രോപ്പ് ചെയ്തത് ആ ട്രാഫിക് ഓഫീസറായിരുന്നല്ലേ. അപ്പോൾ അടുത്തതായിട്ട് അങ്ങേരെ കാണാൻ പോകുമ്പോൾ അങ്ങേരും നിങ്ങളൊക്കെ അച്ഛനാണോ? സ്വന്തം മോള് വിശ്വാസമില്ലാതെ ഫോളോ ചെയ്യാന് ആളെ വിട്ടിരിക്കുക. നിങ്ങളൊക്കെ എന്താ പറയുന്നേ? എന്റെ മോളെ ഫോളോ ചെയ്യാന് ഞാൻ ആരും അയച്ചിട്ടില്ല. എന്റെ മോളെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസം. ആ വിശ്വാസം എനിക്ക് ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അവളെ ഹൈദരാബാദിലേക്ക് ഇത്ര ദൂരെ ജോലിക്ക് അയക്കില്ലായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തില് എന്റെ മോള് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവളുടെ സ്വപ്നം നിറവേറ്റാൻ വേണ്ടി മാത്രം ഞാൻ അവളുടെ കൂടെ നിന്നേ. അപ്പോൾ ട്രാഫിക് ഓഫീസർ ആണെങ്കിൽ പിന്നെ അവൻ എന്തിനാ അങ്ങനെ അന്ന് നുണ പറഞ്ഞേ? അപ്പോൾ അവന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അവനെ തേടി പിടിച്ച് പഞ്ഞു കിടന്നുണ്ട്. അപ്പോൾ ആ പറയുന്നുണ്ട് എന്നോട് വേറൊരുത്തനാ ആ പെൺകുട്ടിയെ ഫോളോ ചെയ്യാൻ പറഞ്ഞ്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ ആരെങ്കിലും ചോദിച്ചാലേ അവളുടെ അച്ഛൻ പറഞ്ഞിട്ടാ ഫോളോ ചെയ്യുന്നെന്ന് അങ്ങ് പറഞ്ഞാൽ മതിയെന്ന്. അവന്റെ പേരെന്താടാ? സാക്കത്ത് എന്നാണ്. അപ്പോൾ CA ആണെങ്കിൽ അല്ല ഇതും നിങ്ങളുടെ മകൾ മരിച്ചു തമ്മിൽ ബന്ധം എന്താ? അപ്പോഴാണ് തന്റെ മകളുടെ കേസ് ക്ലോസ് ആയില്ലേ. അതിനുശേഷം അവളുടെ സാധനങ്ങൾ വാങ്ങാന് സ്റ്റേഷനിലേക്ക് പോയപ്പോ ഒരിക്കലൊരു ഡയറി അവളുടെ റൂമിൽ മിസ്സായി പോയിരുന്നില്ലേ. എന്നാൽ കേസ് ക്ലോസ് ആയ ശേഷമാണ് ഒരു കോൺസ്റ്റബിൾ ആ ഡയറി ആ കൂട്ടത്തിൽ കൊണ്ടുവന്ന് വെച്ചത്. അങ്ങനെ നമ്മുടെ ഹീറോയിലെ ആ ഒരു ഡയറിയും എല്ലാ വസ്തുക്കളും കൊണ്ടുവന്ന ശേഷം ഡയറി എടുത്ത് വായിക്കുമ്പോഴാണ് തന്റെ മകള് എഴുതിയ പല കാര്യങ്ങളും അതിൽ കാണുന്നത്. അത് കാണുമ്പോൾ അങ്ങനെ ഷോക്കായി പോകുന്നുണ്ട്. അങ്ങനെ നേരെ വാർഡനെ കാണാൻ പോയിട്ട് ഇത് എന്റെ മോളുടെ ഡയറി ആയിരുന്നു, അവൾ എന്നോട് പറയാത്ത പല കാര്യങ്ങളും ഇതിലാണ് അവൾ എഴുതി വെച്ചിരുന്നത്. എന്നിട്ട് കഥയുടെ ആരംഭത്തില് നമ്മൾ കണ്ട ഒരു പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഈ കുട്ടി ആരാന്നറിയോ? അതിനുശേഷം വേറൊരു പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവളെ അറിയോ? ഇല്ല അറിയില്ല. അവസാനം സാക്ഷി പറഞ്ഞൊരു പയ്യനില്ലേ, ആ കുട്ടിയുടെ ഫോട്ടോ കാണിക്കുമ്പോൾ അവനെയും അറിയില്ല എന്ന് പറയാണ്. ഈ ഒരു പയ്യനെ 7 വയസ്സുള്ളപ്പോഴുള്ള ഫോട്ടോ ചെയ്ത് ഇവനൊരു 40 വയസ്സായി കഴിഞ്ഞാല് എങ്ങനെ ഉണ്ടാവും അറിയോ? അതെങ്ങനെ എനിക്കറിയാം, ഇവൻ എന്നെ പോലെ ഉണ്ടാവും. അത് കേട്ടപ്പോ ആ ഒരു ലേഡിയിലെ ഷോക്കായി പോവാണ്. ഞാൻ എന്റെ മോളെ ജോലിക്ക് ചേർക്കാന് ഭവാനി ഹോസ്റ്റൽ ആദ്യം വന്നില്ലേ, അപ്പൊ നീ എന്നെ കണ്ടില്ലേ, അപ്പൊ തന്നെ നിനക്ക് മനസ്സിലായിരുന്നു അത് ഞാനാണെന്ന്. അപ്പോ വാർഡനാണെങ്കിൽ ആഹാ എല്ലാം കണ്ടുപിടിച്ചല്ലേ പ്രസാദേ, നിന്റെ മോളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവൾക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുത്ത് അതിനിടയിൽ കുറച്ച് സാമ്പാർ മേത്താക്കിയപ്പോ പേടിക്കേണ്ട മോളെ പോയിട്ട് ഡ്രസ്സ് മാറിക്കൊന്ന് പറഞ്ഞ് ഞാൻ റൂമിലേക്ക് അയച്ചതായിരുന്നു. എന്നാല് നിന്റെ മോക്ക് അറിയില്ലായിരുന്നു അവള് വസ്ത്രം മാറുമ്പോ ഞാനൊരു ക്യാമറ അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെന്ന്. അങ്ങനെ അവളുടെ ഫോണിലേക്ക് ആ വീഡിയോ ഞാൻ അയച്ചു കൊടുത്തപ്പോ അവളത് കണ്ട് വല്ലാതെ പേടിച്ചു പോയി. എന്റെ കാലിൽ വീണ് കെഞ്ചി. എന്നാല് ഞാൻ ശരിക്കും അവളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ. അപ്പൊ അവളെ പേടിക്കല്ലേ വേണ്ടേ, അല്ലാതെ അവള് പോയിട്ട് ചാവുക ചെയ്യണ്ടേ? എനിക്ക് നിന്നോടുള്ള പക തീർത്ത് ആനന്ദം കണ്ടെത്താനുള്ള അവസരം വരെ ഇല്ലാതായി. അത് കേട്ട് ഷോക്കായി നിൽക്കുമ്പോ പെട്ടെന്ന് ഡയറി എടുത്തിട്ട് അതില് തന്റെ മകൾക്ക് പറ്റിയ എല്ലാ കാര്യവും അവൾ എഴുതി വെച്ചിരുന്നില്ലേ അത് മുഴുവനായിട്ട് കീറി പറിച്ചു കളയാണ്. ഡയറി കൊണ്ടുപോയിട്ട് സ്റ്റേഷനിൽ കൊടുത്ത് എന്നെ കൊടുക്കാനുള്ള പരിപാടിയാ. തെളിവൊക്കെ ഇപ്പൊ ഇല്ലാതായില്ലേ. അതെന്റെ മകളുടെ ഓർമ്മയായിരുന്നു, അതുപോലും നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ പ്രസാദെ വെറുതെ ന്യായ നീതി എന്ന് പറഞ്ഞിട്ട് തെരുവില് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ട് സ്വന്തം ജീവൻ കളയണ നീ എവിഡൻസ് ഇല്ലാതാക്കി
എന്റെ മോളുടെ ജീവനും എടുത്തു. ഞാനിവിടുന്ന് പോയാലോ മറ്റ് പാരന്റ്സിന്റെ അടുത്തുനിന്ന് നീ എങ്ങനെ രക്ഷപ്പെടുക? മറ്റ് പാരന്റ്സോ? നിനക്ക് പ്രാന്തായ? നീ എന്താ പറയുന്നേ? അപ്പോഴാണ് നമ്മുടെ ഹീറോ പ്രസാദില്ലേ ആ ഹോസ്റ്റലിൽ നിന്ന് റൂം വെക്കേറ്റ് ചെയ്തിട്ട് വീട്ടിലേക്ക് ഫ്രഷ് ഉണ്ടാക്കിയിട്ട് പോയിട്ടുള്ള ഒരു പെൺകുട്ടികളും പിന്നീട് കുറച്ച് നാള് കഴിഞ്ഞ് അവരുടെ കല്യാണം കഴിഞ്ഞ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാ പെൺകുട്ടികളും ഒന്നുകിലെ വിഷം കുടിച്ചിട്ടോ അല്ലെങ്കിൽ ഫാനിലോ അങ്ങനെയാണ് അവർ സ്വയം ജീവനെടുക്കാറ്. എന്നാൽ ആ കുടുംബത്തിൽ ആർക്കും തന്നെ അതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് വാർഡനോട് നിന്റെ ഹിസ്റ്ററി ഞാൻ മൊത്തം എടുത്തതാ. ഓരോ സ്ഥലത്ത് നിനക്ക് ഓരോ പേരായിരുന്നില്ലേ? ഡോക്ടർ ദേവയാനി, ഡോക്ടർ വിജയലക്ഷ്മി, ഇപ്പോ വാർഡൻ. ഇതിന്റെയൊക്കെ പിന്നിലെ നിന്റെ മകൻ സാക്കത്തല്ലേ? അതുപോലെ നിന്റെ ബിസിനസ്സും. അപ്പോ വാർഡനൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് വാർഡന്റെ മകൻ സാക്കത്തിനെ കാണാൻ പോയിട്ട് നമ്മുടെ ഹീറോ ഇല്ലേ, നിനക്ക് ഒരച്ഛനൊരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്താലേ അവള് കല്യാണം കഴിഞ്ഞ് അവളുടെ 7 തലമുറയെങ്കിലും കാണണമെന്ന് ആഗ്രഹിച്ചിട്ടാ ജീവിക്കുന്നത്. നീ എപ്പോഴെങ്കിലും ചെറിയ കുട്ടിയെ കണ്ടിട്ടുണ്ടോ? ഒരു തുണിയിൽ പൊതിഞ്ഞിട്ടാ ആ കുഞ്ഞിനെ നമുക്ക് തരിക. 20 വയസ്സായാലും ആ കുഞ്ഞിനെ അതേ രൂപത്തിലാ ഞങ്ങൾ കാണുക. എന്നിട്ട് നിനക്ക് എങ്ങനെയാടാ അവരെ കാമത്തിന്റെ കണ്ണോടെ കാണാൻ പറ്റുന്നത്? അപ്പോ വാർഡൻ ദേഷ്യപ്പെട്ട് എന്റെ മകനെ കുറിച്ച് നിനക്ക് എന്താ അറിയാ? അവന്റെ മേത്തൊരു പോറല് വീണാല് എന്റെ തനിക്കുണ കാണും. ആഹാ, എന്നാൽ എന്റെ ഈ കൈ കൊണ്ടാ അവനെ ഞാൻ തീർത്ത് കളഞ്ഞ്. അത് കേട്ടപ്പോ ഭവാനി ഷോക്കായിട്ട് തരിച്ചു നിൽക്കുമ്പോ അവന്റെ തല ഞാൻ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. എന്റെ പകയും സങ്കടവും മൊത്തം ഞാൻ അവിടെ തീർത്തിട്ടുണ്ട്. അത് കേട്ടപ്പോ വാർഡന് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ആ നീ കരയെ. ഈ ഹോസ്റ്റലിലെ പെൺകുട്ടികളും ഇതുപോലെ കുറെ കരഞ്ഞതാ. അവരുടെയൊക്കെ വീഡിയോ നീ എടുത്തു വെച്ചില്ലേ? അത് വെച്ച് നിന്റെ മകൻ അവരെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. നിന്റെ കുടുംബത്തിന്റെയും മകന്റെയും ഹിസ്റ്ററി സമൂഹം അറിയുമ്പോ പിന്നെ എന്തിനാ നീ ജീവിക്കുന്നേ? ഭവാനി, ഞാൻ ഒരു ഐഡിയ പറയട്ടെ, നീ അങ്ങ് ചത്തുപോയിക്കോ. അതാ നിനക്ക് നല്ലത്. അപ്പോ സൊസൈറ്റി അവൾ എങ്ങനെയൊക്കെ ഹരാസ് ചെയ്യുന്നില്ല ആ ഒരു കുറ്റബോധത്തില് നമ്മുടെ സ്വാതി ഏത് വാട്ടർ ടാങ്കിന്റെ അരികിലാണ് മരണപ്പെട്ടത് അവിടെ നിന്ന് താഴത്തേക്ക് ചാടി ജീവൻ ഒടുക്കുകയാണ്. ഇതൊന്നും അറിയാത്ത പോലെ നമ്മുടെ ഹീറോ പ്രസാദ് അവിടുന്ന് നടന്ന് നീങ്ങുന്നുണ്ട്. അതേസമയത്ത് പ്രസന്റില് ഹീറോ പറയുന്നുണ്ട്, ആ ഹോസ്റ്റലില് 180 പെൺകുട്ടികളുണ്ടായിരുന്നു. അവർക്ക് ഓരോരുത്തർക്കും നീതി വേണ്ടേ? എന്റെ മോൾ അനുഭവിച്ച പോലെ അവരിൽ ആരൊക്കെ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവുമെന്ന് എങ്ങനെ അറിയാം? ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാല് സൊസൈറ്റിയിലെ 100 ആളുകള് 100 കുറ്റങ്ങൾ പറയും. അതൊക്കെ കണ്ടില്ല കേട്ടില്ലാന്ന് എപ്പോഴും അവരെ 4 ചുമരിന്റെ ഉള്ളിൽ അടയ്ക്കാൻ പറ്റുമോ? അവർക്കും ജീവിക്കാനുള്ള അർഹതയില്ലേ? മേഡം, എനിക്കെന്റെ മോള് അന്ന് രാത്രി എത്രത്തോളം സങ്കടപ്പെട്ട് കരഞ്ഞിട്ടുണ്ടാവുമെന്ന് കൺമുമ്പിൽ കാണാൻ പറ്റുന്നുണ്ട്. എന്റെ ജീവിതത്തിലെ ഒരു മിസ്റ്റേക്ക് എനിക്ക് വന്നു കഴിഞ്ഞാല് അത് ശരിയാക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെയാ. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ശരിയാക്കിയത്. അപ്പോഴാണ് ഫാമിലി മെമ്പേഴ്സ് പറയുന്നത്, കുറെ നേരമല്ലോ അവിടെ വർത്താനം പറഞ്ഞു നിൽക്കുന്നത്. നിന്നെ കാണാൻ വന്നതല്ല, നിന്റെ മോള് ആ കുഞ്ഞ് സ്വാതിക്ക് വേണ്ടി വന്നതാ. അവളെ കൊന്നിട്ട് കഥയും പറഞ്ഞു നിൽക്കുന്നു. വാടാ പോവെന്ന് പറഞ്ഞ് അവിടുന്ന് ഫാമിലി ഓരോരുത്തരെ കൂട്ടി പോകുമ്പോ സിഐ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കുടുംബം ഇപ്പോഴും മകളെ കൊന്നത് നിങ്ങളാന്ന് കരുതി വെച്ചിരിക്കല്ലേ? നിങ്ങള് സത്യം കണ്ടെത്തിയതല്ലേ? അത് അവരോട് പറഞ്ഞൂടെ? എന്റെ മോളുടെ മരണത്തിന് കാരണമായ ആളുകൾക്ക് ശിക്ഷ കിട്ടിക്കഴിഞ്ഞു. അതുപോലെ എനിക്കും ശിക്ഷ കിട്ടണ്ടേ? അതിന് നിങ്ങൾ എന്താ ചെയ്തേ? ഒരു പെൺകുട്ടിയെ വളർത്തിയെടുത്തിട്ട് അവളുടെ മനസ്സിലുണ്ടായിരുന്ന സങ്കടങ്ങളും വിഷമങ്ങളൊന്നും അവൾക്ക് എന്നോട് പറയാൻ പറ്റിയില്ലല്ലോ. സന്തോഷങ്ങൾ മാത്രമേ അവൾ പറഞ്ഞിരുന്നുള്ളൂ. അവൾക്ക് ജോലി കിട്ടിയ കാര്യം പോലും അവൾക്ക് എന്നോട് പറയാൻ ധൈര്യണ്ടായിരുന്നില്ല. എന്നിട്ട് എന്റെ ഫാമിലിയോട് പറഞ്ഞിട്ടാ എന്നെ സമ്മതിപ്പിച്ചേ. എന്റെ മോള് പോയി കഴിഞ്ഞപ്പോഴാ എനിക്ക് ആ സത്യം മനസ്സിലായേ. അവളെ ഞാൻ സ്നേഹം കൊടുത്തല്ല വളർത്തിയെ, മറിച്ച് പേടിപ്പിച്ച വളർത്തിയെ. അപ്പോഴാണ് നമ്മുടെ സിഐ ഇല്ലേ തന്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട്, മോക്കൊന്ന് ഫോൺ കൊടുക്കോ? അവള് വർത്താനം പറയുമ്പോ എന്താ നിന്റെ സൗണ്ടിലൊരു ഡള്ള് പോലെ? കൂട്ടുകാരികളെ വിളിച്ചിട്ട് ഒന്ന് പുറത്ത് ട്രെക്കിങ്ങിനൊക്കെ പോയിക്കൂടെ? അപ്പോ അവളും അച്ഛനും, അല്ല അമ്മ തന്നെയാണ് ഇത് പറയുന്നേ. അപ്പോ മോള് ധൈര്യമായിട്ട് ഇപ്പൊ തന്നെ പോയിക്കോ, അച്ഛൻ മോളെ സഹായിക്കും. പിന്നെ മോക്ക് ഇനി എന്ത് കാര്യം തന്നെയാണെങ്കിലും അമ്മയോട് ഓപ്പൺ ആയിട്ട് എപ്പോഴും പറയാം. അപ്പൊ അവളും, എനിക്ക് അറിയാമേ, ലവ് യു മാമെന്ന് പറഞ്ഞ് അവള് ഡ്രസ്സ് പാക്ക് ചെയ്യാൻ പോകുമ്പോ ഹസ്ബൻഡ്, അല്ല നിനക്ക് എന്താ പറ്റിയേ? അവളോട് പോണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ നീ പോയെ? ഇപ്പൊ എന്തൊരു മനംമാറ്റം? നമ്മള് ജാഗ്രത കാണിക്കുന്ന കരുതിയിട്ട് ഭയപ്പെടുത്തുകയാണ്. ഇന്നാ എനിക്കത് മനസ്സിലായേ. ഇനിയൊരു സ്വാതി ഉണ്ടാവാതിരിക്കണം. അതിനുവേണ്ടി ഞാൻ എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. അതുപോലുള്ള പാരന്റ്സിനെ ഉണ്ടാക്കിയെടുക്കുകയും വേണം. അപ്പോൾ അസിസ്റ്റൻസ് സിയോട് ചോദിക്കുന്നുണ്ട്, അല്ല മേഡം, അദ്ദേഹം തന്നെ ചെയ്ത കുറ്റം സമ്മതിച്ചില്ലേ? അപ്പോൾ നമുക്ക് അറസ്റ്റ് ചെയ്തൂടെ? അതിന് അദ്ദേഹം തന്റെ മകൾക്ക് വേണ്ടി മാത്രമല്ല 100 കണക്കിന് മറ്റ് മക്കൾക്ക് വേണ്ടിയാണ് അത് ചെയ്തത്. അതുമാത്രമല്ല ആ പെൺകുട്ടികൾ തന്റെ കുടുംബം ഒരിക്കലും അവർക്ക് സംഭവിച്ച ആപത്ത് അറിയരുന്ന് കരുതിയിട്ടല്ലേ ജീവൻ തന്നെ ഇല്ലാതാക്കിയ. അപ്പോൾ ആ കുടുംബത്തെ ഇനിയും വേദനിപ്പിക്കണ്ട. അങ്ങനെ അവസാനം നമ്മുടെ ഹീറോയിലെ തന്റെ മകളുടെ ഫോട്ടോയും കയ്യിൽ വെച്ച് എല്ലാ മരണച്ചടങ്ങുകളും കഴിഞ്ഞ് തിരിച്ച് കുടുംബത്തോടെ പോകുന്ന കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ സീരീസ് എങ്ങനെയായിരുന്നു? ഓരോ സെക്കൻഡും ഞാൻ പ്രതീക്ഷിക്കാത്ത, കുറെ നാളായിട്ട് ഇത്രത്തോളം സാറ്റിസ്ഫൈ ആയ ഒരു കഥ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും മാക്സിമം ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കും മസ്റ്റായിട്ട് റെഫർ ചെയ്യണം. കാരണം ഓരോ അച്ഛനും അമ്മയും എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നൊക്കെ ഈ കഥയിൽ കാണിച്ചിട്ടില്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതിലും അടിപൊളി കഥകൾ കാണാൻ താല്പര്യമുള്ള എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ ട്വിസ്റ്റ് മലയാളി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. മറ്റൊരു കഥയുമായിട്ട് നമുക്ക് നാളെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.